സന്നിധിയിലായിരിക്കാനായിട്ട് കർത്താവ് ഒരുക്കിയ നല്ല സന്ദർഭത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയാണ്. ചേർന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപവാസ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ അതിന്റെ 3ാമത്തെ സെക്ഷനിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്കറിയാം, പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതത്തിന്റെ സന്തോഷം തരുന്ന ഒരു ഭാഗമാണ്. പ്രാർത്ഥനയിൽ സന്തോഷം ലഭിക്കണമെങ്കിൽ പ്രാർത്ഥനയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറുപടി ലഭിക്കണം. എല്ലാ പ്രാർത്ഥനയും നല്ലത് തന്നെയാണ്. എന്നാൽ കോമൺ പ്രയറിനേക്കാൾ നല്ലത് ചിലപ്പോൾ അസാധാരണ പ്രാർത്ഥന നമ്മിൽ നിന്നുണ്ടായാൽ അസാധാരണമായ മറുപടി നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും. അസാധാരണമായ ചില അനുഭവങ്ങളാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ പ്രാർത്ഥനയിൽ നിന്ന് വ്യത്യസ്തമാണ് ഉപവാസ പ്രാർത്ഥനകൾ. ഒരു ഉപവാസ പ്രാർത്ഥനയിൽ തന്നെ ഫലം ലഭിച്ച പ്രാർത്ഥനകളുണ്ട്, പരാജയപ്പെട്ട ഉപവാസ പ്രാർത്ഥനകളും വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. വളരെ ഫലം ലഭിച്ച ഒരു ഉപവാസ പ്രാർത്ഥന എനിക്ക് അറിയാവുന്നത്, ഞാൻ ശ്രദ്ധയിൽ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, നിനവേ പട്ടണക്കാരുടെ പ്രാർത്ഥനയാണ്. അതിന് വിരോധമായി പ്രസംഗിച്ച് യോന പ്രവാചകൻ ദൂത് പറഞ്ഞപ്പോൾ ദൂത് കേട്ട് അനുതപിച്ച് മാനസാന്തരത്തിന് വേണ്ടി അവർ ഉപവസിച്ച് രട്ടിലും വെണ്ണീറിലും ഇരുന്ന് എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. ഞാൻ ചിന്തിക്കുന്നത് കുടുംബമായി എല്ലാവരും അപാലവൃദ്ധം ജനങ്ങളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച ഒരു ഉപവാസ പ്രാർത്ഥന. അതിന്റെ വലിയ റിസൾട്ട് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം നീങ്ങിപ്പോയി. ആ ഉപവാസ പ്രാർത്ഥന 100% വിജയിച്ചു. പ്രവാചകൻ പറഞ്ഞ പ്രവചനം തെറ്റിപ്പോയെങ്കിൽ, അല്ലെങ്കിൽ അത് നിറവേറിയില്ലെങ്കിലും ദൈവിക കരുണ നിറവേറിയ ഒരു പ്രാർത്ഥനയായി മാറി. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് വേണ്ടുന്നത് ചില കരുണയ്ക്ക് വേണ്ടിയുള്ള യാചനയാണെങ്കിൽ അത് പ്രാപിക്കാനായിട്ട് കഴിയും. എന്നാൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ദാവീദിന്റെ ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. ബത്ശേബയിൽ തനിക്ക് ജനിച്ച ആദ്യത്തെ മകന് വേണ്ടി യഹോവ അവനെ ബാധിച്ചപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന 6-7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, ഭക്ഷണമൊന്നും കഴിക്കാതെ രാജവസ്ത്രമൊക്കെ ഉപേക്ഷിച്ചിരുന്ന ഭയങ്കര പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പക്ഷേ റിസൾട്ട് വട്ടപൂജ്യമായിരുന്നു. ആ കുഞ്ഞ് മരിച്ചുപോയി. ഒരു വിധത്തിൽ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, പരാജയപ്പെട്ടു. കാരണം എന്താണെന്നറിയോ? ദൈവഹിതമില്ലാതെ ചെയ്തു വെച്ച കാര്യത്തിന് അനുതാപമില്ലാതെ പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചാൽ പോലും വിജയം കിട്ടുന്നില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പഠിപ്പിച്ചു, ഉപവാസ പ്രാർത്ഥന വെറുതെ പോകുന്ന ഒരു പ്രാർത്ഥനയല്ല, അതിന് ഫലമുണ്ടെന്ന് പറഞ്ഞത്. ഉപവാസ പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരുമെന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്നാ പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ പറഞ്ഞാൽ, പ്രാർത്ഥിച്ച വിഷയത്തിന് ഉടനടി മറുപടി കിട്ടുമെന്ന. അവിടെ പറഞ്ഞത് പ്രാർത്ഥിച്ച വിഷയത്തിന് നീ ചോദിച്ചത് എന്താണെങ്കിലും തരുമെന്നൊന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞത് പ്രതിഫലം തരുന്ന പറഞ്ഞത്. പ്രതിഫലം തരുന്ന പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഒന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഇന്ന് നമ്മൾ വിജയിക്കാൻ പോവുകയാണ്. എന്താ പ്രതിഫലം തരുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അത് മറ്റൊന്നുമല്ല. പ്രതിഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവാർഡാണ്. എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുത്തതിന് കിട്ടുന്ന കൂലിയാണ് പ്രതിഫലം. കൂലി അവന്റെ കയ്യിലും പ്രതിഫലം അവന്റെ വക്കലും ഉണ്ടെന്ന് പറയും. പണിയെടുത്താൽ ലഭിക്കുന്നതാണ് കൂലി. നമ്മളിവിടെ അധ്വാനിച്ചാൽ, ഉപവസിച്ചാൽ അതിന് നിങ്ങൾക്കൊരു റിവാർഡ് തരുന്നതാണ്. ഒരു പ്രതിഫലം കിട്ടിയിരിക്കും, അത് ഗ്യാരണ്ടിയാണ്. അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഫെയിലിയർ ആണ്. ഇന്ന് നമ്മൾ ഫെയിലിയർ ആവാൻ പോകേണ്ട കാര്യമില്ല, നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ ഒരു കൂലി ലഭിക്കുന്ന കാര്യം പറയുമ്പോൾ നമുക്ക് എത്ര കൂലി വേണം? നമ്മൾ ഈ കൃപയിലൊക്കെ വന്നില്ലേ, നമ്മളൊക്കെ പറയുകയാണെങ്കിൽ പത്രോസ് പറഞ്ഞ പോലെ നമ്മൾ പറയും, നമ്മൾ പലതും വിട്ടാ വന്നത്, പടകും വലയും വിട്ടും ചെയ്യുന്ന അനുഗമിക്കുന്നില്ല, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കും. നമ്മളും അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പലതും വിട്ടു, പള്ളിയും പട്ടക്കാരെയും അല്ലെങ്കിൽ പട്ടാടകളും അല്ലെങ്കിൽ വസ്ത്രങ്ങളും പലതും നമ്മൾ വേണ്ടത് വെച്ചെന്നേ. ഉത്സവങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം വേണ്ടത് വെച്ചു. കൊട്ടിഘോഷങ്ങളും എല്ലാം നമ്മൾ വേണ്ടത് വെച്ചു. നമ്മളെ എളിയ ജീവിതത്തിലേക്ക് ഒതുക്കിക്കൂടി. ഇതെല്ലാം വിട്ട് അനുഗമിച്ചിട്ട് കർത്താവ് എനിക്ക് പ്രതിഫലം വേണമെന്ന് പറയുമ്പോൾ പ്രാർത്ഥിച്ച പ്രതിഫലം നേടാൻ വേണ്ടി കാത്തിരിക്കുന്നവരോടുള്ള ഒരു ദൂത് പറയട്ടെ, കർത്താവ് പ്രതിഫലം തരും. എന്താ ഏറ്റവും വലിയ പ്രതിഫലം? ഇന്ന് അതാണ് പറയാൻ പോകുന്നത്. ദൈവമക്കളെ, ദൈവ മക്കൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിഫലം ഈ ലോക മനുഷ്യർക്ക് ലഭിക്കില്ല. അത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് മാത്രം ലഭിക്കുന്ന നിക്ഷേപ നിധികളെ കുറിച്ച് പറയാൻ പോവുകയാണ്. ആ നിക്ഷേപ നിധി നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചാൽ നമ്മുടെ പ്രാർത്ഥന വിജയിച്ചു. അതാ നമുക്ക് വേണ്ടു. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും അതിനെയെല്ലാം മറികടന്ന് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ചിലരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ അത്ഭുതകരമായ ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കാനായിട്ട് ഇടവും വന്നപ്പോൾ ഒരു നേഴ്സിനെ സംബന്ധിച്ച് സീനിയർ ആയൊരു നേഴ്സ്
RN നേഴ്സ് ഇവിടെ അമേരിക്കയിൽ അധ്വാനിക്കുമ്പോൾ ഡെയിലി $1200 സമ്പാദിക്കുന്നു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ചിലർ ഓവർ ടൈമും കൂടെ ചെയ്ത് ഒരു $1000-1500 സമ്പാദിക്കും, അത്രയും ഒരു ദിവസം അവർക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. മണിക്കൂറിന് $100+ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ സംസാരിച്ച എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ദൈവദാസൻ, ഒരു പാസ്റ്റർ, ഫേമസ് ആയ ഒരു പാസ്റ്ററാണ്. ആ പാസ്റ്റർ പറഞ്ഞു ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, എനിക്ക് ഡെയിലി $1500 കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അത്ഭുതം തോന്നി. ഡെയിലി $1500 ഈ പാസ്റ്റർക്ക് കിട്ടുന്നു. ഞാൻ ചോദിച്ചത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ അറിഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം എങ്ങനെയാണെന്ന്. അദ്ദേഹം പറഞ്ഞു ഞാനൊരു 9 കാറ് മേടിച്ചിട്ടുണ്ട്, 9 കാർ എനിക്ക് സ്വന്തമായിട്ടുണ്ട്, അത് ഓടാൻ കൊടുത്തിരിക്കുക. അവർക്ക് എത്ര കിട്ടിയാലും അത് പ്രശ്നമല്ല, എനിക്ക് $100 കൊടുത്തു തരണമെന്ന് ഞാനോട് പറഞ്ഞിരിക്കുക. അപ്പോൾ $900 അവരെല്ലാ ദിവസവും എനിക്ക് കിട്ടും. $100 വെച്ചാൽ $900 കിട്ടും. ബാക്കി ഞാൻ കുറച്ച് വീടൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇൻകം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ $1500 എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. എനിക്കിത് ഒരു പണിക്കും ഞാൻ പോകുന്നില്ല. ഇത് കൂടാതെ ഇവിടെ ശുശ്രൂഷ മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്ന പൈസ എത്ര ധനികനാണെന്ന് അറിയാമോ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ വാച്ചൊക്കെ കാണിക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. $20,000 വിലയുള്ള വാച്ച്, സൗകര്യങ്ങള്, ഇങ്ങനെ ആഡംബരത്തിലൊക്കെ ജീവിക്കുന്നത് കാണുമ്പോൾ നമ്മളും ആലോചിക്കുന്നത് കർത്താവേ എനിക്ക് പ്രതിഫലം തരണമേ, ഒരു $2 മില്യൺ കിട്ടിയാൽ കൊള്ളാന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുന്ന കുറെ പേരുണ്ട്. എങ്ങനെയും എവിടെന്നെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് തന്നിട്ട് ഇത് നിനക്ക് തരാളാന്ന് പറഞ്ഞിട്ട് വെറുതെ സമ്മാനമായിട്ടോ എങ്ങനെയൊക്കെ വന്ന ദൈവമക്കളെ, ഇതൊന്നും വിലപ്പെട്ടതല്ല. പാസ്റ്ററായാലും വിശ്വാസിയായാലും ആരായാലും ധനത്തിന്റെ വഞ്ചനയിൽ പോയി കഴിഞ്ഞാൽ പെട്ടുപോകും, നിന്റെ ആത്മീയം നഷ്ടപ്പെട്ടു പോകും. എല്ലാ മാസവും നാട്ടിൽ പോകുന്നു, വരുന്നു, വിവിധ രാജ്യങ്ങളിൽ പോകുന്നു. കാരണം എന്താ? കാശ് ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞത്, ശുശ്രൂഷകളും ഉണ്ടെന്ന് പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞ് അത്ഭുതപ്പെട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ ലെവലിലേക്ക് ഒന്ന് കയറണമെന്നാ. എന്നാൽ അവിടെയല്ല നമ്മുടെ വിജയം കിടക്കുന്നത്. നമുക്കിന്ന് ചിന്തിക്കാൻ പോകുന്ന ചിന്താവിഷയം, വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 2 കൊരിന്ത്യർ chapter 7:4, 2 കൊരിന്ത്യർ 7-4 വാക്യം. നിങ്ങളോട് എനിക്കുള്ള പ്രാഗൽഭ്യം വലുത്, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പ്രശംസ വലിയത്. ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ സകല കഷ്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു. വലിയ ധനികനായിരുന്ന പൗലോസ്, ചരിത്രമൊക്കെ പറയുന്നത് കപ്പലുടമയുടെ മകനാണെന്നും അതുപോലെയുള്ള ധനം അത്രയും മാനവും എല്ലാമുള്ള മനുഷ്യനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആ മനുഷ്യൻ പറയുക, അവസാനം വന്നപ്പോൾ പറഞ്ഞു പുതപ്പും ധർമ്മലിഖിതവും മാത്രമേ സമ്പാദ്യമായിട്ടുള്ളൂ എന്ന് പറഞ്ഞ മനുഷ്യൻ പറയാ, എന്നാൽ എനിക്ക് നേടിയെടുത്ത പ്ലസ് ആയിട്ടുള്ള ചില നന്മകളുണ്ട്. അത് 2 കാര്യം പറയാം. 1, ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 2, സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു. കവിഞ്ഞിരിക്കുന്ന സന്തോഷവും നിറഞ്ഞിരിക്കുന്ന ആശ്വാസവുമാണ് ദൈവമക്കളെ നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കാനുള്ള ഏറ്റവും വലിയ പ്രതിഫലം. ഒരു വ്യക്തി കൃപയിലേക്ക് വന്നാൽ, വിശ്വാസത്തിലേക്ക് വന്നാൽ, ദൈവത്തെ ഫോളോ ചെയ്യാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാഷയിൽ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്താൽ, അവന് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും വലിയ നിക്ഷേപം, പ്രതിഫലം മറ്റൊന്നുമല്ല, നിറഞ്ഞിരിക്കുന്ന ആശ്വാസവും കവിഞ്ഞിരിക്കുന്ന സന്തോഷവും. ഇത് കിട്ടിയാൽ അവൻ വിജയിച്ചു. $1500 $2000 ഡെയിലി കിട്ടുന്നതൊന്നും അല്ല സന്തോഷം. അത് കിട്ടിയിട്ട് സ്വസ്ഥതയില്ലെങ്കിൽ, സന്തോഷമില്ലെങ്കിൽ കാര്യമില്ല. ചെറിയ ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ തോന്നുന്നുണ്ടാകും. പക്ഷെ അങ്ങനെയല്ല. ദൈവമക്കൾക്ക് ലഭിക്കുന്ന കവിഞ്ഞ സന്തോഷവും നിറഞ്ഞിരിക്കുന്ന ആശ്വാസവും നമുക്കിന്ന് പ്രാപിക്കണം. ഇന്നത്തെ പ്രാർത്ഥനയുടെ ലക്ഷ്യം അതാ. നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രതിഫലം സ്വീകരിക്കാൻ പോവുക, കൈ നീട്ടി തരിക. അതാണ് ഇവിടുത്തെ പ്രത്യേകത. കർത്താവ് തരുമ്പോൾ കുറച്ച് ആശ്വാസം തന്നിട്ട് അയ്യോ അത് പോലെ കുറച്ചും കൂടെ ഒരു $10 കൂടെ കിട്ടണം എന്ന് പറഞ്ഞ് നമ്മൾ കൈ നീട്ടുന്ന പോലെ കാത്തിരിക്കുന്ന പോലെയല്ല. അങ്ങ് പറയുക, പൗലോസ് പറയുക, ആശ്വാസം കൊണ്ട് നിറഞ്ഞു, എനിക്ക് ഇന്നഫാണ്, ധാരാളം ആശ്വാസം കിട്ടി. അടുത്തത് സന്തോഷം കൊണ്ട് കവിഞ്ഞിരിക്കുക. ഇത് 2 തരാൻ പോകുന്നത്. ഇത് 2 നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഇത് കിട്ടിയ വിജയിച്ചു. ഇത് കർത്താവ് തരുമെന്ന് പറഞ്ഞ് വിളിച്ചതാ. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാ. വിളിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിരിക്കുന്ന അവാർഡ് ഇത് തന്നെയല്ലേ? ആണോ? എന്താ പറഞ്ഞത്? എൻ്റെ അടുക്ക വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണ്. എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ദുഃഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. കർത്താവ് പറഞ്ഞ പ്രതിഫലം ഇതാ. നിങ്ങളെ കൂലിക്ക് വിളിച്ചതാ, നിന്നെ കൃപയിലേക്ക് വിളിച്ചതാ. എന്നിട്ട് കർത്താവ് തരാന്ന് പറഞ്ഞ കൂലി എന്താന്ന് ചോദിച്ചാൽ ആശ്വാസമാ. ഈ കൂലി മേടിക്കാതെ പണിയെടുത്ത് തിരിഞ്ഞു പോകരുത്. കൂലി മേടിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ആ പ്രതിഫലം വാങ്ങിയിട്ടേ പോവുള്ളൂ. ഇന്ന് ആമേൻ പറയുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിനകത്ത് ആശ്വാസം വന്ന് നിറയണം, സന്തോഷം വന്ന് നിറയണം. ഇതൊന്ന് പറയട്ടെ ദൈവമക്കളെ, ഇന്ന് പലരുടെയും ജീവിതത്തിൽ സന്തോഷിച്ചിട്ട് എത്ര ദിവസമായി? ചിലരോടൊന്ന് ചോദിച്ചാൽ ഒന്ന് നന്നായി ഉള്ളു തുറന്നൊന്ന് ചിരിച്ചിട്ട് എത്ര ദിവസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും
അറിയില്ല പാസ്റ്റർ എന്ന് പറയുള്ളൂ. അത്തരം സിറ്റുവേഷനിലൂടെ പോകുന്നത്. കൃപയെ വന്നിട്ടും സന്തോഷിക്കാൻ കഴിയാതെ, ആശ്വസിക്കാൻ കഴിയാതെ. നമ്മൾ പറയും എന്റെ അവസ്ഥ അതുപോലെയാ, കട്ടതയും പ്രതിസന്ധിയും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. പൗലോസ് എപ്പോഴും പറയുന്നത് നമ്മളെക്കാളും ഒക്കെ വലിയ കട്ടതയിൽ പോയവനാ. 195 അടി കൊണ്ടാ മനുഷ്യൻ. ഒന്ന് പറയുന്ന 40 അടി 5 വട്ടം എന്ന് പറഞ്ഞാൽ 195 അടി പുറത്ത് കിട്ടിയ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ഓർത്ത് നോക്കി. ചിന്തിച്ചിട്ടുണ്ടോ? എത്ര തിണർപ്പ് കിടക്കുന്നുണ്ടാവും പുറത്ത്. അടി കിട്ടി പലയിടത്തും തിണർത്തും പൊട്ടിയും വര വീണ്ടും കിടക്കുന്ന ശരീരം. ഒന്ന് നിവർന്ന് കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ഞാൻ ആ വിഷയം ചിന്തിച്ചപ്പോ അല്പം എന്റെ തൊണ്ടയിടറി. ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഭക്തന്റെ കാര്യം ആലോചിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്താ. ഒന്ന് ആലോചിക്കുക, 195 ചാട്ടയടി കിട്ടിയ മനുഷ്യന്റെ പുറം എങ്ങനെ കിടക്കുന്നുണ്ടാവും? അവനെങ്ങനെ ചാരി ഇരിക്കുന്നത്? എങ്ങനെയൊന്ന് കിടക്കുന്നത്? എന്നിട്ട് ആ മനുഷ്യൻ തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക 5:16 പറയുന്നത് കേട്ടോ, എപ്പോഴും സന്തോഷിപ്പിൻ. ഒറ്റ വാക്യം അവിടെ കിടക്കുക, എടുത്ത് കിടക്കുക. ഞാൻ അണ്ടർലൈൻ ഇട്ട് വെച്ചിരിക്കുന്ന വാക്യ, എപ്പോഴും സന്തോഷിപ്പിൻ. ഫിലിപ്പിൽ ലേഖനത്തിൽ ധാരാളം പറഞ്ഞിട്ടില്ലേ, കർത്താവിൽ സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. ഞാൻ പിന്നെയും പറയുന്നു. എന്താ ഇതിന് കാരണം? ദൈവമക്കളെ, നാം ദൈവമക്കളാണെങ്കിൽ പ്രാപിക്കേണ്ട അവകാശം, പ്രതിഫലം മറ്റൊന്നുമല്ല, ഈ സന്തോഷവും ആശ്വാസവും. ഇത് രണ്ടും നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഈ പണി അവസാനിപ്പിക്കാൻ നല്ലത്. വേറെ വല്ല വഴിക്കും പോക്കോ, ലോകപ്രകാരമുള്ള താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി പോകുന്നതായാലും നല്ലത്. കൃപയെ വന്നിട്ട് നമ്മൾ പ്രാപിക്കണ്ടേ? ഇതിനു വേണ്ടിയാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. 1 തെസ്സലോനിക്ക തന്നെ അതിന്റെ 1:6 വായിക്കുന്ന വാക്യം വായിച്ചപ്പോൾ നമ്മളൊന്ന് അത്ഭുതപ്പെടുന്ന വാക്യ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. തെസ്സലോനിക്കയെ കുറിച്ച് പറയുക. അവര് ഈ സഭ, ഈ ദൈവസഭയുടെ കാര്യം പറയുക. ആ പ്രിയ ദൈവമക്കളുടെ ജീവിതത്തിൽ ബഹുകട്ട, പൗലോസിന് കിട്ടിയതുപോലെ തന്നെ ബഹുകട്ടം അനുഭവിക്കേണ്ടി വന്ന ജീവിതം നടക്കുന്നത്. പക്ഷെ അവരെപ്പോഴും എങ്ങനെ സന്തോഷം കൈക്കൊള്ളുന്നത്? പരിശുദ്ധാത്മാവിനാലുള്ള സന്തോഷം. ആ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു സന്തോഷം. ഞാനത് പിന്നീടും പറയാം. ഒന്നും കൂടെ എനിക്ക് സ്ട്രെസ് ചെയ്ത് പറയേണ്ട ഒരു ഭാഗമാണ്. ഞാനത് വീണ്ടും പറയാം. ആ വചനം കൈക്കൊള്ളുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു സന്തോഷം ഏറ്റെടുക്കുവാൻ കഴിഞ്ഞാൽ ദൈവമക്കളെ, സകല കട്ടവും നമ്മൾ മറന്നുപോകും. ആ ദുഃഖമെല്ലാം മറന്നുപോയി നമ്മൾ ആനന്ദിക്കും. അങ്ങനെ നമ്മളോട് ജീവിക്കുകയാണെങ്കിൽ മാത്രമേ സ്വർഗീയ സന്തോഷം അനുഭവിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങാൻ പറ്റുമോ? നമുക്ക് കുറെ ടെൻഷൻസ് ഉണ്ട്. എന്തൊക്കെ ടെൻഷൻ? തലമുറകളെ കുറിച്ചുള്ള ടെൻഷനാണ് ഏറ്റവും വലിയ ഭാരം. കഴിഞ്ഞ ദിവസം വാർത്ത കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരു അപ്പനും അമ്മയും കാറിലെ മണ്ണെണ്ണ പെട്രോളൊക്കെ ഒഴിച്ചിട്ട് കത്തിച്ച് അവർ രണ്ടുപേരും മരിച്ചുപോയി. കാരണം എന്താ ഇങ്ങനെ തീ പിടിച്ചെന്നൊക്കെ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ഒരു ആത്മഹത്യക്കുറിപ്പ് കിട്ടിയത്. ആത്മഹത്യക്കുറിപ്പിൽ അവർ എഴുതി വെച്ചിരിക്കുന്നത് അറിയോ? ഞങ്ങൾക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ, ആ മകൻ ഡ്രഗ് അഡിക്റ്റായി മാറി, ഞങ്ങൾക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമാണ്, ഇനി സാധിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ജീവിതം ഒതുക്കുക എന്ന് പറഞ്ഞ് ആ അപ്പനും അമ്മയും തന്റെ ജീവിതം അവസാനിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ, കുടുംബങ്ങളുടെ, വ്യക്തികളുടെ ഒക്കെ ഏറ്റവും വലിയ സ്വപ്നം, കോടിക്കണക്കിന് സ്വപ്നം കൊണ്ട് നടക്കുക ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ. ലക്ഷക്കണക്കിന് സ്വപ്നവും പേറിക്കൊണ്ട അപ്പനും അമ്മയും ജീവിക്കുന്നത്. ആ സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞ് തലമുറകളെ വലിച്ചു കൊണ്ടുപോകുന്ന ദൂഷ്ടാന്തകാരങ്ങൾ ഇവിടെ ചുറ്റും പറന്ന് നടക്കുമ്പോ അതിന്റെ മധ്യത്തിൽ ഒരു സമാധാനം കിട്ടണ്ടേ? നമ്മുടെ കുഞ്ഞ് സേഫ് ആണെന്ന് തോന്നുമ്പോഴും എപ്പോ വേണമെങ്കിലും വീഴാലോ, എപ്പോ വേണമെങ്കിലും പ്രതിസന്ധിയിലാകാമല്ലോ എന്നോർത്ത് ഒരു ആങ്സൈറ്റിയും ഒരു വല്ലാത്ത വിഷമവും ഒരു വിമുഷ്ടവും അടിക്കുക. കാരണം എന്താ പറയുക? ചില വാർത്ത കേൾക്കുമ്പോ, ചില കാര്യങ്ങളൊക്കെ ചുറ്റുപാട് നടക്കുന്നത് കേൾക്കുമ്പോ നമുക്ക് വലിയ ടെൻഷനും ഭാരവും ഒക്കെ ഉണ്ടാകും. ഭാവിയെക്കുറിച്ചുള്ള ഭാരം, നാളെക്കുറിച്ച് വിചാരപ്പെടേണ്ട, എന്ത് തിന്നും എന്ത് കുടിക്കുന്നൊക്കെ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് ഭാരപ്പെടേണ്ടെന്ന് കർത്താവ് പറഞ്ഞ ഉപദേശം കിടക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്നത്, ഭാവിയെക്കുറിച്ച് ഭാരപ്പെടുന്നത് ദൈവമക്കളാണെന്ന് ഓർക്കുമ്പോൾ സങ്കടം വരികയാണ്. നമ്മളങ്ങ് ടെൻഷൻ അടിക്കുക. എന്താ ചെയ്യുന്നത്? വലിയ അക്കൗണ്ടുള്ളവര് ആ നിലയിൽ പ്രശ്നമില്ലാതെ പോകുമ്പോൾ ഞാൻ പറയട്ടെ, എത്രയോ ദൈവമക്കള് ബാങ്കിൽ നിന്ന് കത്ത് വന്ന് കിടക്കുക. എന്താ പറയുന്നത്? മിനിമം ബാലൻസ് ഇല്ല, $100 നിന്റെ അക്കൗണ്ടിൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അതിന്റെ സർവീസ് ചാർജ് കട്ട് ചെയ്തു പോകും, അടുത്ത തവണത്തെ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടയ്ക്കാൻ പറ്റില്ല. പറയുമ്പോൾ ഉണ്ടാകുന്ന വിമിഷ്ടം അനുഭവിക്കുന്നവരില്ലേ? സ്വത്രം. അവര് പലരും മറന്നുപോയി. ഇത്രയും കട്ടം അനുഭവിക്കുമ്പോഴും ഇത്രയും പ്രതിസന്ധി അനുഭവിക്കുമ്പോഴും ഒരു ദൈവമകളാണെങ്കിൽ അവന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്ത് തക്ക സമയത്ത് ബില്ലടയ്ക്കാനുള്ള വഴി തുറന്നു കൊടുത്ത് അവൻ നടന്നു പോകുന്ന പാതയിൽ അവൻ സന്തോഷിക്കുന്ന ഒരു അനുഭവമുണ്ട്. ആ സന്തോഷം $2000 ഡെയിലി കിട്ടുന്നവന് കിട്ടില്ല.
ഇവിടെ പറയുക അവൻ സന്തോഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതോർത്ത് ബില്ലോർത്ത് ടെൻഷൻ അടിക്കാതെ പരിശുദ്ധാത്മാവിന്റെ ഒരു സന്തോഷം പ്രാപിച്ച് വചനം കേൾക്കുമ്പോൾ സന്തോഷം പ്രാപിച്ച് ജയത്തോടെ മുന്നേറുവാൻ പഠിച്ചില്ലെങ്കിൽ ഈ ആത്മീയ ജീവിതം ശൂന്യമാണെന്നേ, പരാജയമാ. എന്തിനാ പരാജയപ്പെട്ട ക്രിസ്ത്യ ജീവിതമായി നടക്കുന്നത്? ലോകപ്രകാരം ആഡംബരത്തിൽ സൂചിച്ചു വളർന്ന് ജീവിച്ചൂടെ? നഷ്ടപ്പെടുത്തുന്നത് എന്തിനാ? എന്നാൽ ദൈവമക്കളെ, കൃപയിലേക്ക് വരാ. നമ്മുടെ പ്രാർത്ഥനയിൽ ഒന്ന് മടങ്ങി വരാം. നമ്മുടെ പ്രാർത്ഥനയിലേക്ക് ഒന്ന് മടങ്ങി വരാം. നിനവെക്കാർ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ, എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. ഭക്തനൊരിക്കൽ സന്തോഷം നഷ്ടപ്പെട്ടപ്പോൾ ഭക്തൻ പറഞ്ഞു, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചതുപോലെ നമ്മുടെ സന്തോഷം എവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നുവോ ആ സന്തോഷം തിരികെ വിളിച്ചുകൊണ്ട് നമുക്കൊന്ന് യഥാസ്ഥാനപ്പെടാം. ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ടെൻഷനാന്നേ ജോലി ഭാരത്തെക്കുറിച്ച്. ജോലിയിൽ ചെല്ലുമ്പോഴുള്ള ടെൻഷൻസ് മാറി മാറി ആശ്വാസം സന്തോഷമൊക്കെ ചിലപ്പോ കിട്ടും, ചിലപ്പോ പോകും. അങ്ങനെയല്ല, ഇത് നിറഞ്ഞു കവിയണം. സ്റ്റോക്ക് ഉണ്ടെന്നേ. ഈ ആശ്വാസം നഷ്ടപ്പെടാതെ, ഈ സന്തോഷം നഷ്ടപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയട്ടെ. ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തി പറയാം. ഈ ആശ്വാസം നഷ്ടപ്പെടുന്നതിന് തടസ്സങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ആശ്വാസം നിറയാതിരിക്കുന്നതിന് തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു 7 കാര്യങ്ങൾ ആദ്യം പറയാം. ചുരുക്കി വചനങ്ങളിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഓർമ്മപ്പെടുത്തി ഞാൻ മുന്നോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുക. ഒരു 7 കാരണങ്ങൾ വചനത്തിൽ നിന്ന് പറയാം. നമുക്ക് ഇഷ്ടം പോലെ കാരണങ്ങൾ ഉണ്ടാകാം. അതിലൊരു 7 കാരണങ്ങൾ ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യം, ജെനസിസ് ചാപ്റ്റർ 37-35. അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിക്കാൻ വന്നു. അവനെ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. യാക്കോബിന്റെ കാര്യമാണ്. എന്താ വിഷയം? മകനൊരു ആപത്ത് വന്നെങ്കിൽ ആ ആപത്ത് മൂലമുണ്ടാകുന്ന പ്രതിസന്ധിയാണ്. ഒരാപത്ത് വരുന്നു, ഈ ആപത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു, ഈ ആപത്ത് വലിയ പ്രതികൂലങ്ങൾ ഉണ്ടാക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് തടസ്സമായി, അല്ലെങ്കിൽ ആശ്വാസം കൊള്ളാൻ പറ്റാതെ പ്രതിസന്ധിയിലേക്ക് വരിക. ഇവിടെ പറയുകയാണ്, അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിക്കാൻ വന്നു. അവന് ആശ്വാസം കൊള്ളുവാൻ മനസ്സില്ലാതെ, ആശ്വാസം ഒന്നും കിട്ടുന്നില്ല. എല്ലാവരും വന്ന് ആശ്വസിപ്പിക്കാൻ നോക്കിയാലും ആശ്വാസം കിട്ടുന്നില്ല, ആശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വിഷയം വന്നാൽ നമ്മുടെ ആശ്വാസം പോകും. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ദൈവമക്കളെ, നമ്മുടെ തലമുറയെ സേഫായി സൂക്ഷിക്കാൻ ദൈവകരങ്ങളിലൊന്ന് ഏൽപ്പിച്ചാൽ മതി. ജോസഫ് വിചാരിച്ച പോലെയാണോ കാര്യങ്ങൾ? അവസാനം ജോസഫ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ കാണാൻ, നിന്റെ മുഖമൊന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എന്നാൽ നിന്റെ മക്കളെയും കൂടെ കാണാനായിട്ട് എനിക്ക് സാധിച്ചു എന്ന് അവസാനം പറയുന്നത്. കാരണം മനസ്സിലായോ? ദൈവമക്കളെ, നമ്മുടെ തലമുറ നഷ്ടപ്പെട്ടു പോകില്ലെന്ന് നീ ഉറച്ചു വിശ്വസിക്കുക. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോയില്ല. അവരെ സേഫ് ഹാൻഡ്സിലാണ്. ആരുടെ? അവന്റെ ഉള്ളം കയ്യിലാണ് കൊണ്ടു നടക്കുന്നത്. ആ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുന്ന ദൈവത്തിന്റെ കൃപ നമ്മൾ അനുഭവിക്കാനായിട്ട് കഴിയട്ടെ. അപ്പൊ ഒന്നാമത്തെ വിഷയം, തലമുറയെ കുറിച്ചുള്ള വിചാരപ്പെട്ടാൽ നമ്മൾ ദുഃഖത്തിലായി പോകും. ആര് വന്ന് ആശ്വസിപ്പിച്ചാലും ആശ്വാസം കൊള്ളാൻ പറ്റാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. എന്നാൽ ഒരു ദിവസം നിന്റെ ദുഃഖങ്ങളെ മാറ്റാൻ വേണ്ടി ഒരു രഥം വരുന്നുണ്ട്, ചൈതന്യപ്പെടുത്താനായിട്ട് ഒരു രഥം വരുന്നുണ്ട്. അതിന്റെ പേരാ ഞാൻ പറയുന്നത് തിരുവചനത്തിന്റെ ആലോചന. നമ്മുടെ അടുക്കിലേക്ക് ഒഴുകി വരുന്ന തിരുവചനത്തിന്റെ ആലോചനയിലേക്ക് നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അത് എന്റെ കർത്താവ് അയച്ചതാകുന്നു, എന്റെ കർത്താവ് അയച്ചതാകുന്നു, രാജാവ് അയച്ചതാകുന്നു. ആ ആലോചന മുന്നിൽ നിന്നെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? അവിടെയാണ് നിനക്ക് ലഭിക്കാൻ പോകുന്ന നന്മയും അനുഗ്രഹമെന്ന് തിരിച്ചറിയുക. ഭാരപ്പെടരുത്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം. യെശയ്യാ പ്രവചനം 57-18 വാക്യം. യെശയ്യാ പ്രവചനം 57-18. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതമാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. ആശ്വാസം നഷ്ടപ്പെടുന്നാൽ രണ്ടാമത്തെ ഘട്ടം ഇതാണ്, രോഗം. രോഗം വന്നാൽ സ്വസ്ഥത പോയില്ലേ, സന്തോഷം പോയില്ലേ, ആശ്വാസം പോയില്ലേ? പക്ഷെ വചനം റിസീവ് ചെയ്യണം. ഇന്ന് രോഗം മൂലം ആശ്വാസമില്ലാതെ ദുഃഖം നിറഞ്ഞിരിക്കുന്ന ഭവനാന്തരീക്ഷത്തിലേക്ക് ദൈവകരം ചലിക്കുകയാണ്. എന്താ പറയാൻ? ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു. നിങ്ങളുടെ റൂട്ടും കോഴ്സും ഒക്കെ കർത്താവ് കണ്ടിരിക്കുക. ഡോക്ടർ കണ്ട് വിധി എഴുതിയിരിക്കുക. ഇങ്ങനെയാ രോഗത്തിന്റെ ഗ്രാഫ് പോകുന്നത്. 5.5 നിന്നിരുന്ന നിന്റെ A1C മുന്നോട്ട് പോയിരിക്കുന്നു. 7 8 9 10.5 എത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഗ്രാഫ് കാണിച്ചിരിക്കുക. എന്താ കർത്താവ് പറയാ? ഈ വഴികളൊക്കെ, ഈ റൂട്ടൊക്കെ, ഈ ഗ്രാഫിന്റെ വരകളൊക്കെ ഞാൻ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും. ഞാൻ അവിടെ ഇങ്ങനെ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. സൗഖ്യമാക്കുന്നതിന് വഴി കണ്ടിരിക്കുന്നു എന്ന് പറയാൻ കാരണം എന്താണെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നത്, ഇന്നത്തെ കാലത്ത് ഏത് രോഗത്തിന് പോയി കഴിഞ്ഞാലും അവരൊരു ഡയഗ്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരാ.
അവര് വഴി കാണിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. എന്റെ കർത്താവ് പറയാ, ഇന്ന് ആ ഗ്രാഫ് കണ്ടിട്ട് വിഷമിക്കുന്നവരോടുള്ള ദൈവിക ദൂത് പറയുക. എന്റെ കർത്താവ് പറയാ, നിന്നെ ദുഃഖിപ്പിക്കുന്ന, നിന്നെ സന്തോഷം കളഞ്ഞിരിക്കുന്ന ഈ വിഷയത്തിന്റെ മധ്യത്തിൽ ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു. നിന്റെ രോഗാവസ്ഥകളുടെ റൂട്ടും കോസും എല്ലാം എന്റെ കർത്താവ് കണ്ടിട്ട് പറയാ, ഞാൻ അവരെ സൗഖ്യമാക്കും. എന്നിട്ട് പറയാ, ഞാൻ അവരെ നടത്തും. നീ തളർന്നു പോകില്ല, അന്ത്യം വരെ നീ മുന്നോട്ട് പോകും. നീ പാതി വഴികൾ നശിച്ചു പോകാനുള്ളതല്ല, നിന്നെ നടത്തി അവർക്ക്, അവരുടെ ദുഃഖിതമാർക്ക് തന്നെ ഈ വിഷയത്തിൽ ദുഃഖിക്കുന്ന ആരൊക്കെയുണ്ടോ വീണ്ടും ആശ്വാസം വരുത്താൻ പോകുക. നഷ്ടപ്പെട്ട ആശ്വാസം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ, ഈ ദൂതിലൂടെ ഏറ്റെടുത്താട്ടെ. കർത്താവേ, ഈ രോഗബന്ധനം മൂലം പ്രഷറുണ്ട്, ഷുഗറിന്റെ, ഹല്ലേലൂയ, അവസ്ഥകൾ എന്തുമാകട്ടെ, നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിധിയെഴുത്തുകൾ എന്തുമാകട്ടെ, ആ വഴികളെ മാറ്റി എഴുതുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചാരാധിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്താൽ വീണ്ടും ആശ്വാസം വരുത്തുന്ന ദൈവകരം ഇപ്പോൾ തന്നെ ഈ ദുഃഖം വിട്ടുമാറട്ടെ, രോഗബന്ധനത്തിന്റെ ദുഃഖങ്ങൾ വിട്ടുമാറട്ടെ. എന്റെ ഭവനത്തിൽ, എനിക്ക്, എന്റെ തലമുറയിൽ എന്നൊക്കെ പറഞ്ഞ് ബാധിക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ യേശുവിന്റെ കരം ചലിക്കട്ടെ. ഇപ്പോൾ തന്നെ സൗഖ്യം വ്യാപരിക്കട്ടെ. പനിയുടെ അസ്വസ്ഥതകൾ, ശ്വാസം മുട്ടുന്ന അനുഭവങ്ങൾ, ക്ലേശങ്ങൾ, ശരീരവേദനകൾ എല്ലാം യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറി ആശ്വാസം പെരുകട്ടെ. വീണ്ടും ആശ്വസിപ്പിക്കുന്ന തിരുവചനത്തിന്റെ ശക്തി പ്രസരിക്കട്ടെ. യേശുവിന്റെ നാമത്താൽ ജയം തരികയാണ്. ജയം നേടട്ടെ. മൂന്നാമത്തെ കാര്യം പറയാം. ഐശയ്യാപ്രവചനം 66 അധ്യായം 13 വാക്യം. ഐശയ്യാ ചാപ്റ്റർ 66 വേഴ്സ് 13. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. ചിലർ പറയുക, ഇതിനൊക്കെ മുമ്പ് കുഴപ്പമില്ലായിരുന്നു, ഇവിടെ എത്തിയതിനു ശേഷം ഉള്ള ആശ്വാസം പോയി. നീ ഇവിടെ എത്തിയതിനു ശേഷം പോയിരിക്കുന്ന ആശ്വാസം ഉണ്ടല്ലോ, ടെൻഷനാ. ഇവിടെ വന്നതിന് ശേഷം ഒരു സ്വസ്ഥത കിട്ടിയിട്ടില്ല. എന്നാൽ കർത്താവ് പറയാ, ഞാൻ നിന്നെ യെരൂശലേമിൽ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നീ ഇന്ന് താമസിക്കുന്ന ഇടത്ത് നിന്നെ ആശ്വസിപ്പിക്കാൻ പോവുക. ഒന്നുകൂടെ പറയാം, നീ ടെൻഷനാ, ഭാരമാണെന്നൊക്കെ പറയുമ്പോൾ പാസ്റ്റർ വന്ന് എത്ര ആശ്വസിപ്പിച്ചാലും നിനക്ക് ആശ്വാസം കൈക്കൊള്ളാൻ പറ്റില്ല. യാക്കോബിന് പറ്റിയ പോലെ മക്കളൊക്കെ വന്നിട്ട് ആശ്വസിപ്പിക്കാൻ നോക്കിയാലും ആശ്വാസം കിട്ടില്ല. എന്നാൽ കർത്താവ് പറയാ, അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അമ്മ ആശ്വസിപ്പിക്കുന്നത്. സാധാരണ ഏത് വിഷയം വന്നാലും അമ്മമാരെ പറയുന്നത്, മോനെ സാരല്ലടാ മോനെ, എന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ചൊക്കെ അങ്ങനെ പറയാറുണ്ട്. എൻ്റെ അമ്മയപ്പനൊക്കെ എന്നെ ആശ്വസിപ്പിക്കുന്നവരായിരുന്നു. എന്ത് പ്രശ്നം വന്നാലും അവരെ പ്രാർത്ഥനയോടെ സപ്പോർട്ട് തരുന്ന ആളുകളാണ്. എന്നെ അപ്പൻ ഭൂമുഖത്തില്ലെങ്കിൽ എൻ്റെ അമ്മ എന്നോട് കൂടിയുള്ളപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം എന്നെ ആശ്വസിപ്പിക്കും. മോനെ ഞാൻ പ്രാർത്ഥിക്കാടാ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, എന്തൊരു ആശ്വാസം കിട്ടും. എന്നാൽ കർത്താവ് പറയാ, അമ്മ ആശ്വസിക്കുന്ന പോലെ നിന്റെ പുറത്തൊന്ന് തട്ടിയിട്ട്, തോളത്ത് തട്ടിയിട്ട് ആശ്വസിപ്പിക്കാൻ പോകുക. ഈ ആശ്വാസം ഏറ്റെടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഈ ദേശത്ത് വന്നതിന് ശേഷം ടെൻഷനാ, ഈ ദേശത്ത് വന്നതിന് ശേഷം എനിക്ക് ആശ്വാസം ഇല്ലാത്തെന്ന് പറയുന്നവരോട് ദൈവത്തിന്റെ ദൂത് പറയാ, ഇന്ന് ഈ വചനം നിന്നെ തട്ടുക, നിന്നെ ഒന്ന് തട്ടി തലോടി പറയുക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുക. നീ ടെൻഷൻ അടിക്കണ്ട, ഇവിടെ നിന്നെ നടത്തുവാൻ ഞാൻ വിശ്വസ്തനാ. നീ ആശ്വാസം പ്രാപിച്ച് ഈ ദേശത്ത് നീ ആയിരിക്കുന്നിടത്ത് നിന്നെ പരിപാലിപ്പാൻ ഞാൻ വിശ്വസ്തനാണെന്നുള്ള ദൂതം ഏറ്റെടുത്തേ. ടെൻഷൻ ഇപ്പൊ പോവും. ഞാൻ നാട്ടിലേക്ക് പോകണോ, ഇവിടെ നിൽക്കണോ, ആകെ ആലോചനയാ. എന്നാൽ കർത്താവ് പറയുക, നീ ടെൻഷൻ അടിക്കണ്ട, നീ എവിടെയാണെങ്കിലും നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാനുണ്ട്. അവിടെ ചെന്നാൽ ആരുണ്ട്, ഇവിടെ ചെന്നാൽ ആരുണ്ട്, എന്റെ കൂടെ ആരുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാ, ഒരു അമ്മയെ പോലെ ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്നെ ആശ്വസിപ്പിക്കുക. നീ ടെൻഷൻ അടിക്കണ്ട, നിന്റെ ഭാരങ്ങളുടെ മധ്യത്തിൽ ആശ്വസിപ്പിക്കാൻ ഞാനുണ്ടെന്ന് പറയുന്ന ദൈവാലോചന ഏറ്റെടുത്താട്ടെ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം. യിരെമ്യാ പ്രവചനം 8 അധ്യായം 18 വാക്യം. നാലാമത്തെ കാര്യം പറയേ, യിരെമ്യാ പ്രവചനം 8 അധ്യായം 18 വാക്യം. അയ്യോ, എന്റെ സങ്കടത്തിൽ എനിക്ക് ആശ്വാസം വന്നെങ്കിൽ കൊള്ളായിരുന്നു, എന്റെ മനസ്സ് വല്ലാതെ ഇരിക്കുന്നു. നമ്മുടെ കറക്റ്റ് ദൂത പറയുന്നത് കേട്ടോ. ഇന്ന് എന്നെ കേൾക്കുന്ന ആരോടോ ഉള്ള പരിശുദ്ധാത്മാവിന്റെ ദൂത എന്താ പറയുന്നത്? എന്റെ മനസ്സ് വല്ലാതെ ഇരിക്കുന്നു, എനിക്കെന്തോ സങ്കടം കിടക്കുക. ചിലരോട് ചോദിച്ചാൽ ചിലർ പറയുന്ന കാരണമൊന്നും എനിക്കറിയില്ല, എന്തോ ഒരു ടെൻഷൻ മനസ്സിൽ കിടക്കുക, ഒരു സ്വസ്ഥതയില്ല, മനസ്സ് വല്ലാതെ ആയിപ്പോയി. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലും പറയാൻ പറ്റുന്നില്ല, കുഴഞ്ഞു കിടക്കുക, മനസ്സ് ടെൻഷൻ അടിക്കുക. ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് ടെൻഷൻ അടിച്ചിരിക്കുന്നു. എന്തോ കേട്ടു, എന്തോ പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞില്ലേ, ഇവരിങ്ങനെ പറഞ്ഞില്ലേ, അവർ ചോദിച്ചില്ലേ, അവരിനി എങ്ങനെ പറയും, ഇനി അവിടെ പോകുമ്പോൾ എന്താവും, പുറത്തിറങ്ങിയ പ്രശ്നം, അങ്ങോട്ട് പോയ പ്രശ്നം, എല്ലാം വറിയെടുക്കുന്ന കുറെ പേരുണ്ട്.
അവരുടെ വിഷയം പറയുന്നത് എന്താണെന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ മനസ്സങ്ങ് കുഴയാവും. ഇവിടെ പറയാ എന്റെ മനസ്സ് വല്ലാതിരിക്കുന്നു. ഈ സിറ്റുവേഷൻ ഉണ്ടെന്നാ പറഞ്ഞത്. ഈ സിറ്റുവേഷനുള്ളവരോടും കർത്താവ് പറയാ ഞാൻ വീണ്ടും ആശ്വസിപ്പിക്കാൻ പോകുക. വേണോ പ്രതിഫലം വാങ്ങ്. നിന്റെ ഈ പ്രാർത്ഥനയിലൂടെ നിനക്കൊരു പ്രതിഫലം തരാൻ ദൈവം ആഗ്രഹിക്കുക. ഈ പ്രാർത്ഥനയിൽ നിനക്ക് ലഭിക്കാനുള്ള പ്രതിഫലം നീ ഏറ്റുവാങ്ങ്. കൈ നീട്ടി വാങ്ങിക്കോ. നിറഞ്ഞ് കവിഞ്ഞങ്ങ് തരും ആശ്വാസം. സന്തോഷം നിറച്ച് കവിഞ്ഞങ്ങ് തരും. ഓ ഹല്ലേലൂയ. ഓ കവിഞ്ഞിരിക്കുന്ന സന്തോഷവും നിറഞ്ഞിരിക്കുന്ന ആശ്വാസം. ഒന്ന് പറഞ്ഞേ, കവിഞ്ഞിരിക്കുന്ന സന്തോഷവും നിറഞ്ഞിരിക്കുന്ന ആശ്വാസം എന്റെ കർത്താവ് തരുന്ന പ്രതിഫലമാണ്. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ കവിഞ്ഞിരിക്കുന്ന സന്തോഷം ഞാൻ ഏറ്റെടുക്കും. ഹല്ലേലൂയ. ആശ്വാസം അത് നിറച്ച് കവിഞ്ഞ് ഞാൻ ഇന്ന് സ്വീകരിക്കും. എന്റെ ഭവനത്തിൽ വന്ന് നിറയും. ഈ അന്യായ ബന്ധനങ്ങളെ ഇന്ന് വചനത്തിന്റെ ശക്തിയാൽ നീക്കുകയാണ്. വല്ലാതെയായി പോകുന്ന മനസ്സിനെ ഇന്ന് ഉറപ്പിക്കാൻ പോകുക യേശുവിന്റെ നാമത്താൽ, വചനത്തിന്റെ ശക്തിയാൽ, അധികാരമുള്ള യേശുവിൻ നാമത്താൽ. ഓ ഇളകി വശപ്പെട്ടിരിക്കുന്ന, ഓ വല്ലാതിരിക്കുന്ന മനസ്സിനെ എന്റെ ദൈവത്തിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തിയാൽ ഇപ്പോൾ ഉറക്കപ്പെടുകയാണ്. ഇനി നീ കലങ്ങണ്ട. ഓ ഹല്ലേലൂയ. നിങ്ങള് കലങ്ങി പോകരുതെന്ന കർത്താവ് പറഞ്ഞത്. എന്താ കലങ്ങി പോകാതിരിക്കാൻ ചെയ്യേണ്ടത്? എന്നിൽ വിശ്വസിപ്പിൻ, പിതാവിൽ വിശ്വസിപ്പിൻ. നമ്മുടെ പിതാവുണ്ടെന്നും വിശ്വസിക്കേ, നമുക്കൊരു രക്ഷകനുണ്ടെന്നുള്ള കാര്യം ഉറച്ചു വിശ്വസിക്കേ. പിന്നെ നിന്നെ കലങ്ങുന്നേ? ഈ കാര്യമൊക്കെ ആയിട്ട് കർത്താവിന് വിട്ടുകൊടുക്ക്. കർത്താവ് നടത്തുന്നേ. കലങ്ങരുതെന്നാ പറഞ്ഞത്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ഇങ്ങനെ ടെൻഷൻ അടിച്ച് കലങ്ങി പോകരുത്. ലോകത്തിൽ കട്ടമുണ്ട്, പ്രശ്നമുണ്ട്, എല്ലാം ശരിയാ. പക്ഷെ ഒരു ദൈവമകനെ സംബന്ധിച്ച് അവന് പിതാവുണ്ട്, പുത്രനുമുണ്ട്. ഞാനൊന്നും കൂടെ പറഞ്ഞ പിതാവുമുണ്ട്, രക്ഷകനുമുണ്ട്. അപ്പൻ കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. രക്ഷകനായി നമ്മോട് കൂടെയുള്ള കർത്താവ് നമ്മെ എല്ലാ പ്രതിസന്ധിയിലും രക്ഷിക്കും. എന്റെ വിശ്വാസം അതാ. ഞാൻ ഉറച്ചിരിക്കുന്ന ഒരു കാര്യം അതാ. എനിക്കൊരു രക്ഷകനുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിൽ പോകുന്ന കാര്യത്തിൽ പോലും എനിക്ക് ഡൗട്ടില്ല. മരണം എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഭയപ്പെടുന്നില്ല. കാരണം എന്താ? എനിക്ക് രക്ഷകനുണ്ടെന്നേ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ആന്റിയെ ഞാൻ ഫോൺ വിളിക്കാനിട വന്നു. കഴിഞ്ഞ നാളുകളിൽ സുസൂടിച്ച സഭയിലെ ഒരു ആന്റിയെ വിളിച്ചു. ആന്റി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ സമയമായിന്നാ തോന്നണേ, കാര്യങ്ങളൊക്കെ അവസാനിക്കാൻ സമയമായിന്ന് തോന്നണേ, ചില അസ്വസ്ഥതകളും ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ശരിയായിരിക്കാം, സമയമൊക്കെ ശരിയാ. ഞാൻ അവരെ പറഞ്ഞുറപ്പിച്ചു, അവരെ മനസ്സുറപ്പിച്ചപ്പോ സന്തോഷത്തോടെ പറഞ്ഞു എനിക്ക് ആ ഉറപ്പ് മതി എന്ന് വീണ്ടും 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. എന്താ കാര്യം എന്ന് അറിയോ? നമ്മൾ കലങ്ങിപ്പോകേണ്ടവരല്ല. നമുക്കൊരു രക്ഷകനുണ്ട്, ഒരു പിതാവുണ്ട്. എന്റെ ആ ഉറപ്പാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തത്. ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും ആ ഉറപ്പുണ്ടാകട്ടെ. ഞാൻ ഇനി ഒന്നും കൂടെ പറയട്ടെ. 5-ാമത്തെ കാര്യം പറയാം. എബ്രായലേഖനം 10:35 10:35 ഹിബ്രു. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. നമ്മുടെ ആശ്വാസവും ധൈര്യവും സന്തോഷവും ഒക്കെ നഷ്ടപ്പെടുന്ന 5-ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ധൈര്യം പോയാൽ സന്തോഷം പോയി. പേടി വന്നാൽ എന്തിനെ കുറിച്ചെങ്കിലും ഭയപ്പെട്ടാൽ മതി. ഈ വിഷയം എന്താകും, ആ വിഷയം എന്താകും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ഭയവും ഒരു ക്ലേശവും വന്നാൽ മതി. എന്താ ഭയം? ധൈര്യം ചോർന്നു പോയി, തീർന്നു. സ്വസ്ഥത പോയി, വീടിനകത്ത് സന്തോഷം പോയി. ധൈര്യം കളയരുത്. നിങ്ങൾ ആ ധൈര്യം ഒന്ന് മുറുകെ പിടിച്ച്. എന്താ ധൈര്യം? എനിക്കൊരു പിതാവുണ്ട്, എപ്പോഴും പറഞ്ഞോളണം, എനിക്കൊരു രക്ഷകനുണ്ട്. ഈ ധൈര്യം നിങ്ങൾ മുറുകെ പിടിച്ചു നോക്കിയേ, നിങ്ങളുടെ ധൈര്യം ചോർന്നു പോയില്ല. അതിനും പ്രതിഫലം കിട്ടുന്ന പറഞ്ഞു. അതിന് കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവമക്കളെ, നമുക്ക് കർത്താവ് തരാൻ പോകുന്ന പ്രതിഫലം വേറെ ഒന്നും അല്ലെന്നേ. $2000 $3000 ഒന്നും തരുന്ന കഥയൊന്നും അല്ല എന്റെ കർത്താവ് പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞത്? ആശ്വാസം അത് നിറഞ്ഞു കവിഞ്ഞാൽ മതി. സന്തോഷം അത് നിറഞ്ഞു കവിഞ്ഞാൽ മതി. അതാ നമുക്ക് ആവശ്യം. അതിനു വേണ്ടി ദൈവമക്കളെ ഒന്ന് കരുതുക. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം. ഇനി അടുത്തൊരു വിഷയം പറയാം. 6-ാമത്തെ കാര്യം, സങ്കീർത്തനം 38:4 വാക്യം. സങ്കീർത്തനം 38:4 വാക്യം. എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു. പാപബോധം വന്ന് നിറഞ്ഞു കഴിഞ്ഞ് സന്തോഷമൊക്കെ പോകും. ഞാൻ നേരെയാവണില്ലല്ലോ. കോപിക്കണ്ടെന്ന് വിചാരിച്ചാലും അങ്ങ് കോപിച്ചു പോവുക. പിണങ്ങണ്ടെന്ന് വിചാരിച്ചാലും ഞാൻ പിണങ്ങുക. അസൂയപ്പെടണ്ടെന്ന് വിചാരിച്ചാലും എനിക്ക് അങ്ങ് അസൂയ തോന്നുക. ഒരിക്കലൊരു അപ്പച്ചൻ എന്നോട് പറഞ്ഞ കാര്യം ഇതാ, എനിക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ പ്രശ്നം? എനിക്കെല്ലാവരോടും അസൂയ. ആർക്ക് എന്ത് നന്മ കണ്ടാലും എനിക്ക് മനസ്സിൽ വല്ലാത്ത വിമിഷ്ട. സഹോദരന് ഒരു കാറ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് സഹിക്കില്ല. എനിക്കല്ലേ കിട്ടേണ്ടത്, എന്താ അവന് കൊടുത്തതെന്ന് എനിക്ക് തോന്നണത്. അപ്പം മനസ്സിലൊരു വിഷമം വരിക, അസൂയ നിറഞ്ഞിരിക്കുക. ഇത് വരുമ്പോ ആ കുറ്റബോധം വന്ന് വേറൊരു അപ്പച്ചൻ ഇവിടെ ഉണ്ട്. അപ്പച്ചൻ ഈ നമ്മുടെ നാട്ടിലുണ്ട്, പേരൊന്നും പറയില്ല. ആ അപ്പച്ചൻ പറഞ്ഞ കാര്യം എന്ന് പറയോ, സാമാസന എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അത്രേ ഉള്ളൂ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ദേഷ്യം വരുന്നത് മാത്രമല്ല, ഞാൻ പെട്ടെന്ന് പിണങ്ങും. ഇപ്പോഴും മാറിയിട്ടില്ല, എനിക്ക് ജയം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം വചനമൊക്കെ പ്രസംഗിക്കും, ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അദ്ദേഹത്തിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും. അദ്ദേഹത്താണ് അലട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, കുറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, പാപബോധം വന്നങ്ങ് നിറഞ്ഞു നിൽക്കുക.
അവൻ കരയുന്ന കണ്ടീഷനായി. ഞാൻ തിരുവനന്തപുരത്തിൽ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം കരയുന്ന കണ്ടീഷനായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വല്ലാതെ വിമിഷ്ടടിക്കുക. കാര്യം എന്താ അറിയോ, അകത്തി എൻ്റെ തലയ്ക്ക് മീതെ. അപ്പോൾ എന്താ കാരണം എന്നറിയോ, പിണങ്ങിയിരിക്കുന്നവരെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഒത്തിരി പേരോട് ഇപ്പോഴും പിണങ്ങിയിരിക്കുന്നത്, നിലപ്പുറം വായിച്ചിട്ടില്ല. അടുത്ത കാലം മരിച്ചു പോയത്തെ സിറ്റുവേഷൻ ആലോചിച്ചപ്പോഴാണ് അങ്ങ് സങ്കടം പെട്ടത്. കാര്യം മനസ്സിലായോ, സന്തോഷമൊക്കെ പോയി, സമാധാനമൊക്കെ പോയി. ഒരിക്കൽ ഞാൻ ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ പോയി. അവിടെ വചനമൊക്കെ ശുശ്രൂഷിച്ച് കഴിഞ്ഞ് ഞാൻ എന്നെ വിളിച്ച പാസ്റ്ററുടെ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് ഒരു സഹോദരി, ആ സഭയിലെ സഹോദരി ഫോൺ വിളിച്ചു. ഭയങ്കര കരച്ചിൽ. പാസ്റ്റർ എൻ്റെ കയ്യിൽ ഫോൺ തന്നു. പാസ്റ്റർ എന്ന് നമ്മൾ പോയെടുത്ത് ശുശ്രൂഷിക്കാൻ പോയെടുത്ത് സഹോദരി നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പാസ്റ്റർ സംസാരിക്കുന്നു പറഞ്ഞു. എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര പാപബോധം വന്നതാ. സഹോദരിയുടെ മറ്റൊരു സഹോദരിയോട് പിണങ്ങിയിരിക്കുന്നതും മറ്റു ചിലരോട് പിണങ്ങിയിരിക്കുന്നതൊക്കെ വന്ന് കുറ്റബോധം വന്നങ്ങ് വിഷമം വന്ന് കരയുക. സോറി, ഞാൻ പറഞ്ഞു വചനം അനുസരിച്ച് തീരുമാനം എടുക്കുക. ഇപ്പൊ തന്നെ പോയി പിണക്കം തീർത്താൽ മതി, സന്തോഷം വീട്ടിലേക്ക് മടങ്ങി വരും. പലർക്കും പറ്റുന്ന കുഴപ്പമാ ഇത്. അവർക്ക് ബോധമുണ്ട്, നല്ല ബോധ്യമാ. തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുക. നാള് കുറേയായി കൊണ്ടു നടക്കുന്ന ചില വിഷയങ്ങൾ ജയം കിട്ടിയിട്ടില്ല, മതി, സന്തോഷമൊക്കെ പോവും. അതിന് ഒറ്റ വഴിയുള്ളൂ, മനം തിരിയുക, മാനസാന്തരപ്പെടുക, യഥാസ്ഥാനപ്പെടുക. വേറെ മാർഗമൊന്നുമില്ല. വേറെ വല്ല മാർഗമുണ്ടോ? ഒരു മാർഗമില്ലെന്നേ. നമ്മൾ മനം തിരിഞ്ഞ് മാനസാന്തരപ്പെടാതെ ഒരു മാർഗവും. നമുക്ക് ആ ബോധം ഉണ്ടെങ്കിൽ പാപബോധത്തോടു കൂടി ദൈവത്തിൽ നിന്ന് നിലവിളിച്ച് ദൈവം നമ്മളെ ശക്തീകരിക്കും. ഒരെണ്ണം കൂടെ പറയാം, 7ാമത്തെ കാര്യം പറയാം. 88-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം, 88-16. നിന്റെ ഉഗ്രകോപം എൻ്റെ മീതെ കവിഞ്ഞിരിക്കുന്നു. അത് വല്ലാത്ത പ്രശ്നമാണ്. സൗഖ്യം കിട്ടാൻ വല്ലാത്ത പാടാ. ദൈവം കോപിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവകൃപ വിട്ട് അന്യപ്പെട്ടു പോയി കഴിഞ്ഞാൽ സ്വസ്ഥതയും സമാധാനം കിട്ടുന്നൊന്നും വലിയ പ്രതീക്ഷ വയ്ക്കണ്ട. അത് നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. നമ്മൾ പിണങ്ങിയിരിക്കുന്ന പോലെ കുറെ നാൾ പിണങ്ങിയിരിക്കുന്നില്ല. എപ്പം മനം തിരിഞ്ഞാലും അപ്പം വാതിൽ തുറന്നിട്ട് വീണ്ടും സ്വീകരിക്കുന്ന പറയുന്നത്. എല്ലാം കൊണ്ടുപോയി നശിപ്പിച്ചവനാ നീ, ദൂർത്തുപുത്രണ്ടാ. ഒന്നും കൂടെ പറഞ്ഞാൽ നീ ഒന്ന് അനുദപിച്ചു വന്നാൽ അവൻ വന്ന് വിളിക്കുന്നൊരു വിളിയുണ്ട്. അപ്പാ നീ എന്നെ കൂലിക്കാരനെ പോലെ ആക്കണം എന്ന് പറഞ്ഞേ. അതെങ്ങനെ ശരിയാവുന്നേ? കൂലിക്കാരനെ അപ്പൻ എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ അവൻ പറയുന്നത് അറിയോ, അപ്പൻ എന്തോ അപ്പനാ. പക്ഷെ ഞാൻ എൻ്റെ അധികാരം നഷ്ടപ്പെടുത്തി കളഞ്ഞത്, ഞാൻ കൂലിക്കാരനായി പോയി. തിരിച്ചെടുക്കാൻ പറ്റുമോ? കർത്താവ് തിരിച്ചെടുക്കും. നല്ല അപ്പം നമ്മൾ തിരിച്ചെടുക്കും. എന്നാൽ ഉഗ്രകോപത്തിൽ പെട്ട് കിടക്കുകയാണെങ്കിൽ പോലും ഒന്ന് തിരിഞ്ഞാൽ സുബോധം വന്നാലേ തിരിയാൻ പറ്റുള്ളൂ. സുബോധം വരണം. എൻ്റെ അവസ്ഥ ഇങ്ങനെ, ഞാൻ ഉഗ്രകോപത്തിൽ കിടക്കുന്നോണ്ടാ എൻ്റെ സന്തോഷം പോയെന്നൊരു സുബോധം ഇപ്പോ വന്നാൽ, വചനം കേട്ടൊരു സുബോധം നിനക്ക് വന്നാൽ നിനക്ക് മനം തിരിഞ്ഞു വരാം. ഉഗ്രകോപത്തിൽ നിന്ന് ജയം കിട്ടും. ഞാൻ ഇനി ആശ്വാസം കിട്ടാനുള്ള ഒരു 5 വഴികൾ പറഞ്ഞിട്ട് സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. ആശ്വാസം നിറഞ്ഞു കവിയാനുള്ള ഒരു 5 വഴികൾ പറയാം. ചുരുക്കമായിട്ടേ പറയുന്നുള്ളൂ. നമ്മൾ ഒന്ന് ധ്യാനിക്കുമ്പോൾ ചിന്തിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വഴികളൊക്കെ കിട്ടുന്നത് ധാരാളം പേർക്ക് കിട്ടുമായിരിക്കും. നിങ്ങളത് പ്രാപിക്കുക, അനുഭവിക്കുക, സന്തോഷിക്കുക. ഞാൻ 5 കാര്യങ്ങൾ പറയാം. 1, മത്തായി സുവിശേഷം 5-4 വാക്യത്തിൽ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അതെന്താ ആശ്വാസം? ദൈവിക വാഗ്ദത്തമായ ആശ്വാസം. എത്ര ദുഃഖം ഉണ്ടെങ്കിലും ഒരു ദൈവമകനെ സംബന്ധിച്ച് ദൈവം ആശ്വാസം തരുന്ന പറയുന്നത്. ഇത് നമ്മളൊന്ന് ഏറ്റെടുത്താൽ മതി. അപ്പോൾ ദൈവിക വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്നവർക്ക് എത്ര ദുഃഖം ഉണ്ടെങ്കിലും ആ ദുഃഖത്തിൽ ആശ്വാസം ലഭിക്കും. ആശ്വാസം ഏറ്റെടുക്കുവാൻ ഇന്ന് മനസ്സ് വെച്ചാൽ ദുഃഖം മാറട്ടെ. ആശ്വാസം വന്നാൽ വാഗ്ദത്ത പ്രകാരമുള്ള ആശ്വാസം. ഞാൻ ഒന്നും കൂടെ പറഞ്ഞോട്ടെ, ഒരല്പം ഡൈവേർട്ട് ചെയ്ത് ഒന്നും കൂടെ പറയട്ടെ. എന്താണെന്നറിയോ, കർത്താവ് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ പിശുക്കി കൊടുക്കുമോ? പ്രവാചകന്റെ ഭാര്യമാരിൽ ഒരുത്തി ചെന്നിട്ട് പറഞ്ഞപ്പോ, ഭരണിയിലെ എണ്ണയുടെ കഥയൊക്കെ പറഞ്ഞപ്പോ, ആ എണ്ണ അങ്ങ് പെരുക്കി കൊടുത്തപ്പോ എത്ര പാത്രം നിറഞ്ഞു എന്നാ പറയുന്നത്? പാത്രങ്ങൾ മുഴുവൻ നിറഞ്ഞു. കൊടുക്കുന്നതിനെ നിറഞ്ഞു കവിഞ്ഞ രീതിയിലാണ് കൊടുക്കുന്നത്. കാനാവിലെ കല്യാണ വീട്ടിൽ പോയാലോ, കൽപാത്രങ്ങൾ മുഴുവൻ നിറഞ്ഞു, വാക്കോളം നിറഞ്ഞു. അത്രയും ആവശ്യമില്ലെന്നേ, കൊടുക്കുന്നത് നിറഞ്ഞു കവിയുന്ന അനുഭവങ്ങളാ. 5 അപ്പം കർത്താവിന്റെ കയ്യിൽ വന്നപ്പോ അതിന് വാഴ്ത്തു നുറുക്കി കഴിഞ്ഞപ്പോ എന്താ ചെയ്യുന്നത്? 5000 പേർക്ക് വിളമ്പിക്കഴിഞ്ഞിട്ടും 12 കൊട്ട ബാക്കിയാ. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വാഗ്ദത്തം നമ്മളൊന്ന് റിസീവ് ചെയ്താൽ, കർത്താവിന്റെ വാഗ്ദത്തം ആമേൻ എന്ന് പറഞ്ഞ് എൻ്റെ ഈ ദുഃഖം മാറ്റി ആശ്വാസം വേണം. അതങ്ങയുടെ വാഗ്ദത്തമാണല്ലോ. ദുഃഖിക്കുന്നവർക്ക് ഒരു ഭാഗ്യം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. എന്താ ഭാഗ്യം? അവർക്കും ആശ്വാസം കിട്ടുമെന്ന്. അത് എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ പറഞ്ഞ് സ്തോത്രം പറഞ്ഞൊന്ന് പ്രതികരിച്ച് ആശ്വാസം ദൈവത്തിന്റെ ദാനമായി നിറയും. എന്ന് പറഞ്ഞാൽ നിറയല്ല, അത് കവിയും നിറയും. ആശ്വാസം നിറഞ്ഞു കവിയും. അത് പ്രാപിക്കട്ടെ. അസ്വസ്ഥമായ ദിവസങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? അയ്യോ, ഞാനൊക്കെ തിരിച്ചു ചിന്തിച്ചാൽ വിഷമിച്ചിട്ട് പോയിട്ടുള്ള സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവകൃപയിലേക്ക് വന്നപ്പോഴുള്ള ആശ്വാസം ഏറ്റെടുത്ത് കഴിയുമ്പോഴാണ് ഇന്ന് സന്തോഷത്തോടെ നടക്കുന്നത്. നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും വലിയ പ്രതിസന്ധിയിലൂടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്.
പല അനുഭവങ്ങൾ പറയാൻ കഴിയുമായിരിക്കും. പക്ഷെ അതൊന്നും പറയുന്നതല്ല വിഷയം. വചനം പറയാൻ സമയം വേണം. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ദൈവമക്കളെ. എന്നാൽ പ്രാപിച്ച സന്തോഷവും ആശ്വാസവും അത്ര വലുതാണ്. അതുകൊണ്ടാണ് ഞാനത് ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമത്തെ കാര്യം വായിക്കാം. മത്തായി സുവിശേഷം 11:29. ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മപ്പെടുത്തിയ ഭാഗം തന്നെയാണ്. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. 2 ക്ലാസ് പഠിക്കണമെന്ന് ഞാൻ എപ്പോഴും ഉപദേശിക്കും. അത് മറ്റൊന്നുമല്ല, സൗമ്യതയുടെയും താഴ്മയുടെയും 2 ക്ലാസ്. അങ്ങ് പൊങ്ങിക്കേറി പറഞ്ഞോണ്ടിരിക്കുക ഞാൻ ആനയാന്നും പറഞ്ഞോണ്ട്. താഴ്മയൊന്നും ഇല്ലെന്നേ. സൗമ്യത അശേഷമില്ല. പെട്ടെന്ന് ദേഷ്യം വരിക. ഇത് രണ്ടും പഠിക്കാതെ ക്രിസ്തീയത മുന്നോട്ട് പോവില്ല. എന്താ കുഴപ്പമെന്ന് അറിയോ? നമ്മൾ ലോകത്തോട് ചേർന്ന് നിന്നാൽ ഇത് കൂടി വരുവുള്ളൂ, കുറയൊന്നുമില്ല. ഏത് ഈ കോപവും തള്ളിക്കയറ്റവും ഒന്നും മാറില്ല. എന്നാൽ കർത്താവിനോട് ചേർന്ന് പഠിക്കാൻ തുടങ്ങിയാൽ, കർത്താവിനോട് ചേർന്ന് പഠിക്കാൻ തുടങ്ങുമ്പോൾ സൗമ്യതയും വരും, താഴ്മയും വരും. കർത്താവിനോട് ചേര്, കർത്താവിനോട് പ്രിയപ്പെട്, ആ നാമത്തോടൊന്ന് പ്രിയം തോന്ന്. അങ്ങനെ വരുമ്പോൾ കഴിമതിയും താഴ്മയും വരും. അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ് ആശ്വാസം. ഒന്നും കൂടെ പറയാം, അത് ലോകത്ത് ഒരു വിധത്തിലും കിട്ടാത്ത ആശ്വാസം. കാരണം അറിയോ, ഈ ആശ്വാസം എവിടേക്ക് ഇറങ്ങുന്നത് അറിയോ? ആത്മാക്കൾക്ക് ആശ്വാസം. ആത്മാവിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഈ ആശ്വാസം ഈ ക്രിസ്തീയ മാർഗത്തിലല്ലാതെ, യേശുവിന്റെ അടുക്കലല്ലാതെ വേറെ ഒരു ഉലകത്തിൽ എവിടെയും കിട്ടില്ലെന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം. ഈ ആശ്വാസം ഉള്ളിന്റെ ഉള്ളിലേക്ക് ലഭിച്ച ഒരാളും വേറൊരു സ്ഥലത്തും ഒരു ആശ്വാസത്തിന്റെ പിന്നാലെ ഓടിപ്പോവില്ല. അവിടെ ചെന്ന സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞാലും അതിന്റെ പിന്നാലെ ഒന്നും ഓടിപ്പോവില്ല. കാരണം അവന് കിട്ടേണ്ടത് കിട്ടി. ഇതിനു വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നതെന്നാണ് കർത്താവ് പറയുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, അധ്വാനവും ഭാരവും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷമൊക്കെ പോകും. അവര് വരണം, യേശുവിന്റെ അടുക്കൽ വരണം. യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ ലഭിക്കുന്നതാണ് സന്തോഷവും ആശ്വാസവും. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. റോമാലേഖനം 1-ാം വാക്യം. അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോട് കൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. മൂന്നാമത് ആശ്വാസം ലഭിക്കുന്ന വഴി എന്താണെന്നറിയോ? ഒത്തൊരുമിച്ച് ഒരു ദൈവസഭ ഒരു വിശ്വാസത്താൽ ഒരുമിച്ച് നിന്നാൽ അവിടെ ഒരു ആശ്വാസവും സമാധാനവും കിട്ടും. അതിന് നമുക്ക് കൂട്ടായ്മയൊക്കെ ദൈവം തന്നത്. കൂട്ടായ്മ തന്നെന്തിനാ? സ്തോത്രം. നമുക്കൊരു വിശ്വാസമുണ്ട്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പകുതി പേരെടുക്കുകയും പകുതി പേര് തള്ളിക്കളയും ചെയ്യാതെ ദൈവസഭയിലെ ഈ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളും, സ്തോത്രം, ഇടത്തും വലത്തും നിൽക്കുന്നവരൊക്കെ ആയി മാറാതെ ഒരുമനപ്പെട്ട് ഒത്തൊരുമിച്ച് വരണം. ഇത് ദൈവമക്കളുടെ അവകാശം, പ്രാർത്ഥനയാൽ നേടാൻ പോകുന്ന അവകാശം. എൻ്റെ ഈ ഉപവാസത്തിൽ, ഞങ്ങളുടെ ഈ ദൈവസഭയുടെ ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് കിട്ടിയിരിക്കും. ആ വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞേക്കണം. എന്നാൽ ആശ്വാസം പ്രസംഗിക്കുന്ന ആൾക്കും കിട്ടും, കേൾക്കുന്ന ആൾക്കും കിട്ടും. ഒന്ന് ഓർത്തു നോക്കി, എത്ര വലിയ ആശ്വാസം കിട്ടുന്നത്. അതായത് ഒന്നുകൂടെ പറയാ, ഈ വിഷയത്തിൽ നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ. അവിടെ പറയുന്ന സബ്ജക്റ്റ് എന്തുമാകട്ടെ നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ പറയുക, എനിക്കും നിങ്ങൾക്കും പ്രസംഗിക്കുന്നയാളും കേൾക്കുന്നയാൾക്കും ഒത്തൊരുമിച്ച് ഒരേ വിശ്വാസത്തിൽ നമ്മളിത് റിസീവ് ചെയ്യുകയാണെങ്കിൽ ഇത് സഭയുടെ ബ്ലെസ്സിംഗ് ആയി മാറും. ദൈവസഭ ഒരു മീറ്റിങ്ങോ ചടങ്ങോ നടത്താനുള്ളവരല്ലെന്നേ. നമുക്ക് ചിലത് പ്രാപിക്കുന്ന മീറ്റിങ്ങുകളായി മാറട്ടെ. ചില അഭിഷേകത്തിന്റെ ശക്തി നമ്മൾ പ്രാപിക്കുന്ന മീറ്റിങ്ങുകളായി മാറട്ടെ. നഷ്ടപ്പെട്ടത് തിരികെ പ്രാപിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. നഷ്ടപ്പെട്ട ആശ്വാസം വീട്ടിലേക്ക് മടങ്ങി വരട്ടെ. നഷ്ടപ്പെട്ട സന്തോഷം വീട്ടിലേക്ക് തിരിച്ചു വരട്ടെ. ദുഃഖിച്ചിരിക്കുന്ന അനുഭവങ്ങളൊക്കെ യേശുവിന്റെ നാമത്താൽ നീങ്ങി മാറട്ടെ. നാലാമത്തെ കാര്യം വായിക്കാം. 2 കൊരിന്ത്യർ 1-ാം വാക്യം. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകും. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങൾ സഹിക്കുന്നതിൽ ഞങ്ങളുടെ ആശ്വാസനായി ഫലിക്കുന്നു. ഇവിടെ പറയാ, കഷ്ടം സഹിക്കാൻ തയ്യാറായാൽ, കർത്താവേ എനിക്ക് കഷ്ടം തന്നതിനായി സ്തോത്രം എന്നൊന്ന് പറഞ്ഞാൽ, റോമാലേഖനത്തിലെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാൻ പറ്റും, കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ആ രീതിയിലേക്ക് വന്ന ആശ്വാസം കയറി വരുന്നത് ഈ ദൈവപ്രകാരമുള്ള ആശ്വാസം കിട്ടാൻ വേണ്ടി. ഇവിടെ പൗലോസ് പറയാ, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുമ്പോൾ അതിന് 2 റിസൾട്ട് ഉണ്ട്. നിങ്ങൾക്ക് ആശ്വാസം കിട്ടും, രക്ഷയും കിട്ടും. എന്താ ആശ്വാസം രക്ഷയും കിട്ടും എന്ന് പറഞ്ഞാൽ, അനുഭവിക്കുന്ന ഘട്ടത്തിൽ നീ പെട്ടുപോകില്ല. ആ വിഷയത്തിന് ദൈവം രക്ഷ തരുകയും ചെയ്യും, ആശ്വാസം കിട്ടുകയും ചെയ്യും. പക്ഷെ കഷ്ടതയിൽ ലോകം മനുഷ്യൻ എന്താ ചെയ്യുന്നറിയോ? പെറുവിറുക്കും. അതിനേക്കാളും വലിയ പ്രശ്നം എന്ന് പറയൂ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. ആ ഒരുത്തി കാരണം എൻ്റെ വീടിന് ഈ ഗതികേട് വന്നേ. എൻ്റെ അപ്പൻ്റെ ആ സ്വഭാവം കൊണ്ട് മാത്രം ഞാൻ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടത്തിന് കാരണം. ഞാൻ കേട്ടിട്ടുണ്ട് പലതും.
അവര് കാരണ ഇവര് കാരണ. അത് നമ്മുടെ ഭാഷയല്ല കേട്ടോ. നമ്മുടെ ഭാഷ എന്താ പറയുക? കഷ്ടങ്ങളിൽ പ്രശംസിക്കും. അന്ന് ആ പ്രതിസന്ധി വന്നത് കൊണ്ട് എനിക്ക് ദൈവത്തെ അടുത്തറിയാൻ കഴിഞ്ഞു. കഷ്ടത്തിലായത് എനിക്ക് ഏറെ പ്രയോജനമായി. അത് ഗുണമായി തീർന്നു എന്ന് പറയുന്നതാണ് ദൈവമക്കളുടെ ഭാഷ. ആ ഭാഷയിലേക്ക് നീ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറയുന്നത്? നിനക്ക് രക്ഷയും കിട്ടും, ആശ്വാസവും കിട്ടും. അതിന് പകരം നീ പെറുറുക്കുകയും മറ്റുള്ളവരെ പഴിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്താൽ ഉള്ള ആശ്വാസം കൂടെ പോയി കിട്ടും. നീ കുടിയിൽ നിന്ന് രക്ഷപ്പെടില്ല. ഇതാ പൗലോസിന് പറയാനുള്ള ഉപദേശം. ആ ദുഃഖത്തിന്റെ നീർച്ചാലിലൂടെ നീ അങ്ങ് താഴോട്ട് പോകും. കയറി വരാൻ പറ്റാത്ത വിധത്തിൽ അവിടുന്ന് രക്ഷപ്പെടണോ? ആശ്വാസം പ്രാപിപ്പാൻ കഷ്ടതയിൽ നിന്ന് പ്രശംസിക്കാൻ പഠിക്കണം. അഞ്ചാമത്തെ കാര്യം പറയാം, ആശ്വാസം പറയാനുള്ള അഞ്ചാമത്തെ വഴി. 1 തെസ്സലോനിക്ക ലേഖനം 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. സ്തോത്രം. സഹോദരന്മാരെ, അപ്പൊ ഈ ആശ്വാസമൊക്കെ കിട്ടുന്ന ആർക്കാ? കട്ടമൊന്നുമില്ലാതെ എല്ലാം പ്ലെയിൻ ആയിട്ടിരിക്കുന്നവർക്കാണോ? അല്ലെന്നേ. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കട്ടമുണ്ട്, പ്രശ്നമുണ്ട്, പ്രതികൂലമുണ്ട്, ഭാരങ്ങളെല്ലാം ഉണ്ടെന്നേ. ഇല്ലേ? എല്ലാം ഉണ്ട്. ഈ സമയത്ത് പറയുക എങ്ങനെയാ ആശ്വാസം കിട്ടുന്നത്? വചനം ഹേതുവായി. ഒന്ന് പറഞ്ഞേ, വചനം ഹേതുവായി. സ്വത്രം. ഞാൻ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് പറയട്ടെ. വചനം അനുസരിക്കുന്ന വിശ്വസിക്കുന്ന വിശ്വാസി, അവർക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഈ ആശ്വാസം വചനത്തിലൂടെ നേറ്റെടുത്ത്. സ്തോത്രം. വചനത്തിലൂടെ നേറ്റെടുത്ത്. എന്താണ്? വചനം ഹേതുവായി. ഈ വചനമൊക്കെ വെറുതെ വിളിച്ചു പറയണോ? വചനം വിളിച്ചു പറഞ്ഞാൽ അത് മൂലം. ഒന്നും കൂടെ പറയാം, വചനം കേട്ട് കഴിഞ്ഞ് പ്രതികരിച്ചാൽ അത് മൂലം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ, ആ വാക്തത്വം റിസീവ് ചെയ്യാനുള്ള മാർഗം പറഞ്ഞതുപോലെ നമ്മുടെ പേരിലൊന്ന് കൂട്ടണം. കരമടിച്ച് നമ്മുടെ പേരിലൊന്ന് കൂട്ടണം. ഒന്ന് പ്രതികരിച്ച് നമ്മുടെ പേരിലേക്ക് എഴുതി ചേർക്കണം. ആ ഒരൊറ്റ കാരണം കൊണ്ട് വചന ഹേതുവായിട്ട് ആശ്വാസം കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ പറയും, ഇതൊക്കെ പാസ്റ്റർമാര് പ്രസംഗിച്ചിട്ട് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നമ്മൾ ചോദിക്കുക, ആരെങ്കിലും ആശ്വാസം പ്രാപിച്ചവരുണ്ടോ? ആരെങ്കിലും നന്മ പ്രാപിച്ചവരുണ്ടോ? ആരെങ്കിലും പ്രാപിച്ചവരുണ്ടോ? വെറുതെ എങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. നീ ഒരിക്കലും ഗുണപ്പെടില്ല കേട്ടോ. കാരണം നീ വചനത്തെ നിന്ദിക്കുന്നത്, തീരുമാനത്തിന്റെ ശക്തിയെ നിന്ദിക്കുന്നത്, പുച്ഛിക്കുന്നത്. ഇന്ന് ഇങ്ങനെ പുച്ഛിച്ച് പ്രസംഗിക്കാണ്ടല്ലോ, നല്ല കയ്യടി കിട്ടും. പരിഹാസിച്ച് തുടങ്ങിയ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാലും അങ്ങ് പരിഹസിക്കുന്നവരങ്ങ് എഴുന്നേറ്റോണ്ടിരിക്കുക. അങ്ങ് പരിഹസിക്കുക, അവരെയും പരിഹസിക്കുക, വചനം പറയുന്നവരെ അല്ലാത്തവരെ ഒക്കെ അങ്ങ് പരിഹസിച്ചോണ്ടിരിക്കുക. എന്താ സുഖം? അതിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. നടക്കില്ല കേട്ടോ. വചനത്തെ നീ നിൽക്കുന്നതെന്ന് മറന്നു പോകരുത്. പറയുന്ന വചനത്തിന്റെ ശക്തി എന്താന്ന് അത് റിസീവ് ചെയ്യുന്നവർക്ക് മാത്രം കിട്ടുന്നതാണ്, അല്ലാത്തവർക്കുള്ളതല്ല. ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ആശ്വാസം എന്ന് പറയുന്ന വഴികൾ. ഇനി സന്തോഷത്തെക്കുറിച്ച് പറയാൻ പോവുക. ആശ്വാസം മാത്രം പോരല്ലോ, സന്തോഷമുണ്ട്. ഞാൻ അടുത്ത ഒരു 10 മിനിറ്റിനുള്ളിൽ ആ സന്തോഷത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ പോവുക. ചില വാക്യങ്ങളൂടെ വായിച്ച് മുന്നോട്ട് വരാം. അത് കഴിഞ്ഞ് സന്തോഷം വരുന്ന വിധങ്ങളെ, ആശ്വാസം വരുന്ന വിധങ്ങളെ ഞാൻ 5 പറഞ്ഞുള്ളൂ. സന്തോഷം വരുന്ന വിധങ്ങൾ പറയുകയാണെങ്കിൽ 10 പറയാനുണ്ട്. ഇനി സന്തോഷത്തെക്കുറിച്ച് ആദ്യം ഒന്ന് മനസ്സിലാക്കാനുണ്ട്. 10 തരം സന്തോഷത്തെക്കുറിച്ച് ആദ്യം ഒന്ന് പറയാൻ താല്പര്യപ്പെടുക. 10 തരം സന്തോഷം വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകാം. വാക്യങ്ങൾ വായിപ്പിക്കാതെ ഞാൻ അങ്ങ് പറഞ്ഞു പോകാം. നെഹമ്യാവിന്റെ പുസ്തകം സമയത്തിന്റെ പരിമിതി മൂലം 8-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. നെഹമ്യാവ് 8:10 പറയുന്നുണ്ട്, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ തുടക്കം അനന്തരം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന വാക്യത്തിന്റെ ലാസ്റ്റ് പോർഷനിൽ വരുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ 1-ാമത്തെ തരം സന്തോഷം എന്താ അറിയോ? ക്രിസ്ത്യ ജീവിതത്തിലെ യഹോവയെങ്കിലെ സന്തോഷം, ദൈവ സന്നിധി, ദൈവകൃപ, ദൈവിക സാന്നിധ്യം, ഇതൊക്കെ കൊതിക്കുന്ന ആളുകളുണ്ട്. അതാണ് അവരുടെ ഏറ്റവും വലിയ കാര്യം. അവർക്ക് ലഭിക്കുന്ന ഒരു സന്തോഷവും സന്തോഷത്തിന്റെ കൂടെ ഒരു ബലവും കിട്ടും. ആ ബലത്തിന്റെ പേരാണ് ആത്മീക ബലം. ഒന്നും കൂടെ പറഞ്ഞാൽ ആത്മീക കരുത്ത്. ഒന്നും കൂടെ പറഞ്ഞാൽ ആത്മീക ആരോഗ്യം. വചനത്തിന്റെ ഭാഷയെ പറയുന്നതാ ആരോഗ്യമുള്ളവരായി. ഓ സ്തോത്രം. വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി എന്നാ പറയുന്നത്. ദൈവമക്കളെ, ഇതാ നമ്മുടെ ലഭിക്കുന്ന സന്തോഷത്തിന്റെ ഒരു രീതി. ഇത് നമ്മുടെ ഉണ്ടോ? ഒന്ന് ചോദിച്ചേ. യഹോവയെങ്കിലെ സന്തോഷമൊക്കെ അനുഭവിക്കുന്നുണ്ടോ? പോയോ? വചനമായന നിർത്തി, പ്രാർത്ഥന നിർത്തി, ദൈവത്തോട് ചിന്തിക്കുകയോ ചോദിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന രീതിയൊക്കെ നിർത്തി കണക്ഷൻ പോയി കിടക്കുകയാണെങ്കിൽ പോയി കേട്ടോ. ഈ സന്തോഷത്തിലേക്ക് മടങ്ങി വരണം. ദൈവമക്കൾ, നമ്മുടെ അവകാശമാണ് യഹോവയെങ്കിലെ സന്തോഷം. നെഹമ്യാവിന്റെ പുസ്തകം തന്നെ 8:17 വായിക്കുന്നത്. അവിടെ പറയുന്ന പ്രവാസത്തിൽ നിന്ന് തുടങ്ങിയ ആ ഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അന്ന് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായി. എന്താ സംഭവം അവിടെ പറയുന്നത്? അവർ കൂടാരങ്ങളൊക്കെ ഉണ്ടാക്കി,
എല്ലാവരും കൂടെ ഒരുമിച്ച് പഴയ കാര്യം ഒന്ന് ഓർത്ത് ഒരുമിച്ചിരുന്ന് ആരാധിച്ചപ്പോൾ, ഒരു കൂട്ടായ്മ കൂടിയപ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടായിരുന്നു. ദൈവമക്കളെ, നമ്മളൊന്ന് കൂടി വരവിലൊക്കെ നമ്മൾ എന്തിനാ വരുന്നതെന്നൊന്ന് ആലോചിച്ച്. പണ്ട് ദൈവം നടത്തി, ഇന്ന് വരെ നടത്തി, ഇനിയും നടത്തും, മേലാലും നടത്താൻ ശക്തനാ. ആ വിധങ്ങളെ ഓർത്ത് എല്ലാവരും ഒന്ന് സ്തോത്രം പറയും, കൂട്ടായ്മ ആചരിക്കുകയും. ഇതിനു വേണ്ടി 2 വാക്ക് സാക്ഷ്യം പറയാൻ പറഞ്ഞ പറയില്ലെന്നേ. ദൈവം നടത്തിയ വിധങ്ങളൊന്നും ഇല്ലേ? ഇതും മിണ്ടാതിരിക്കുമ്പോൾ എനിക്ക് പേടിയാ. കാരണം എന്താ പറയുക, ദൈവമക്കള് സാക്ഷ്യം പരിപാടിയൊക്കെ നിർത്തി ഔട്ട് ഓഫ് സ്റ്റൈലായി കഴിഞ്ഞു. സ്റ്റാൻഡേർഡുള്ള സഭകളിലൊന്നും സാക്ഷ്യത്തിന് അവസരം പോലും കൊടുക്കില്ല. സന്തോഷമൊക്കെ സഭയിലുണ്ടോന്ന് എനിക്ക് സംശയമാണ്. ദൈവമക്കളെ, അങ്ങനെ വരരുത്. എന്താ കാരണം? നമ്മളിത് പങ്കുവയ്ക്കുക. എന്താ പറയുന്നത്, പണ്ട് അന്ന് കൂടാര പെരുന്നാളൊക്കെ ആഘോഷിച്ചല്ലോ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നിങ്ങൾ കൂടാരങ്ങളിൽ പാർത്തവരാ. ഇപ്പൊ നല്ല വീടുകളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു, ഇത്രയും നടത്തിയെന്നൊക്കെ പറഞ്ഞ് ഒരുമിച്ച് കൂടി ഇരുന്ന് ദൈവത്തിന് നന്ദി പറയുകയും സ്തുതിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുന്ന പറയുന്നത്. പൊങ്ങച്ചം പറഞ്ഞാൽ കിട്ടില്ല കേട്ടോ. ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് പറയണം. അങ്ങനെ ആത്മീകമായ സന്തോഷം കൂട്ടായ്മയിൽ നിന്ന്, ഒത്തൊരുമിച്ചുള്ള കൂട്ടായ്മയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് ദൈവസഭയിൽ മടങ്ങി വരട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഇത് അവന്റെ വഴിയുടെ സന്തോഷം എന്ന് വായിക്കുന്നത്. ദൈവത്തിന്റെ വഴിയിലൂടെ സന്തോഷമുണ്ട്. ഒരു കാര്യത്തിനുള്ള ഒരു വഴി പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഇങ്ങനെ നീ മുന്നോട്ട് പോക്കോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിക്ക് പോകുമ്പോൾ കാര്യങ്ങളൊക്കെ ശരിയായി. പിള്ളേരുടെ കല്യാണം, പിള്ളേരുടെ മറ്റു പല കാര്യങ്ങൾ, വിദ്യാഭ്യാസം തുടങ്ങി പല കാര്യങ്ങളുണ്ട്. നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, ഭയങ്കര പാടാണ്. എന്താ തീരുമാനം എടുക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. എന്നാൽ കർത്താവ് വിട്ടു പറയാ, ഇത് നീ തീരുമാനം എടുത്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ പോകുമ്പോൾ എല്ലാം സന്തോഷമാണ്. നമ്മൾ ചിലരോട് ചോദിക്കാറുണ്ട്, ഇത് ദൈവീതാണോ എന്ന് അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാറുണ്ട്. ഞാനോട് പറയാറുണ്ട്, നിങ്ങളത് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ പോകുന്ന കാര്യത്തിൽ എന്താ തിരുവചനം പറയുന്നത്? റോമാലേഖനം 12 സൗരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ളവരായി നിങ്ങൾ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അടുത്ത വാക്യം, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. ദൈവഹിതം എന്ന് പറഞ്ഞാൽ നീ തുടങ്ങുമ്പോൾ തന്നെ അതിലൊരു നന്മയുണ്ടെങ്കിൽ ഓക്കെയാണ്. പ്രസാദം, ദൈവത്തിന് പ്രസാദമില്ലാത്ത കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കരുത്. കള്ള് ഷാപ്പ് തുടങ്ങുകയാണ്, അതിൽ ദൈവം അനുഗ്രഹിക്കുന്നു വേണ്ടി ദൈവഹിതം ചോദിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ ഹിതമല്ല, അതിൽ ദൈവം പ്രസാദിക്കില്ല. ദൈവഹിതമാണോ എന്ന് അന്വേഷിക്കണം. എന്നിട്ടോ പ്രസാദം പൂർണ്ണത ഉണ്ടാവും. അത് കറക്റ്റായിട്ട് എല്ലാം ഫുൾഫിൽ ചെയ്ത് വരും. ഇടയ്ക്ക് തടസ്സവും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് ദൈവഹിത. അത് ചോദിക്കൊന്നും വേണ്ട, ഇറങ്ങി പുറപ്പെടുമ്പോഴേ അറിയാൻ പറ്റും. അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ആ വഴി നമുക്കൊന്ന് പറഞ്ഞു തന്നാൽ ആ വഴിയിലൂടെ നമുക്ക് സന്തോഷം കിട്ടും. ഇനി 1 തെസ്സലോനിക്കർ 5:16 നമ്മൾ നേരത്തെ വായിച്ചതാണ്. പരിശുദ്ധാത്മാവിന്റെ സന്തോഷം, അവര് വചനം കൈക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിൽ സന്തോഷിച്ചു തെസ്സലോനിക്കർ ചെയ്തത്. 5:16 നമ്മൾ വായിച്ചതു. അതെ, എന്താ പറഞ്ഞത്? ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ലഭിക്കുന്ന സന്തോഷം. ഒന്നും കൂടെ പറഞ്ഞാൽ, വചനം കേൾക്കുമ്പോൾ അതങ്ങോട്ട് സ്വീകരിക്കുക. സ്വീകരിച്ചതിന്റെ ലക്ഷണമായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും? അന്യഭാഷയിൽ ആരാധിക്കും. എന്നെ കുറിച്ച് പലരും വിമർശിക്കാറുണ്ട്. പ്രസംഗിക്കുന്ന നേരത്തെ ഈ അന്യഭാഷ പറയുന്നത്, ഇത്ര കൈയടിക്കുന്നത്. അത് ശീലം മാറ്റാൻ പറ്റുന്നില്ല. കാരണം അറിയോ, ഞാൻ ആ വചനം ഏറ്റെടുക്കുന്ന ആളാ. പറയുന്ന വചനം ഞാൻ കൈക്കൊള്ളൂ. ആദ്യം ആ വചനം കൈക്കൊള്ളുമ്പോൾ പരിശുദ്ധാത്മാവിനൊരു സന്തോഷം വരും. ആ സന്തോഷത്തിന്റെ ഒരു പ്രതികരണമായിട്ടാണ് കൈയടിച്ചു പോകുന്നത്, ആരാധിക്കുന്നത്. എന്നോടൊപ്പം ആരാധിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്താ കാരണം എന്നറിയോ? ആ സന്തോഷം കിട്ടിയിട്ടാ പോകുന്നത്. ഇല്ലെങ്കിലൊന്നും സന്തോഷിക്കുന്നൊന്നും ഇല്ലെന്നേ. വചനം കൈക്കൊള്ളാനും കേട്ട വചനം കൈക്കൊണ്ട വചനത്തിനനുസരിച്ച് സന്തോഷിക്കാനും കഴിയട്ടെ. അതിനായി ദൈവം സഹായിക്കട്ടെ. അടുത്തത് ഞാൻ പറയാം, 5-ാമത്തത് സങ്കീർത്തനം 51:12. നമുക്ക് പരിചയമുള്ള വാക്യാണ്. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. രക്ഷയുടെ സന്തോഷം എത്ര പേർക്കുണ്ട്? ഗ്ലോറി നഷ്ടപ്പെട്ടോ? പ്രാർത്ഥിച്ചോ? രക്ഷയുടെ സന്തോഷം മടക്കി കിട്ടും. ഞാൻ വിശദീകരിക്കുന്നില്ല. യെശയ്യാപ്രവചനം 9:3 വാക്യത്തിൽ വായിക്കുന്നു, കൊയ്ത്ത് കാലത്തിൽ സന്തോഷം എന്ന് പറയുന്നുണ്ട്. കൊയ്ത്ത് കാലത്തിൽ എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുമ്പോഴുള്ള സന്തോഷം. കർത്താവ് ചില റിസൾട്ട് തരാൻ പോവുകയാണ്. വിശ്വസിച്ചു പറയണം, കർത്താവേ എനിക്ക് സന്തോഷം വേണം. പല കാര്യങ്ങളിലും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടില്ല. കുറെ നാളായിട്ട് നല്ല റിസൾട്ട് കിട്ടാതെ കിടക്കുക. കർത്താവ് എനിക്ക് നല്ല റിസൾട്ട് വേണമെന്ന് പറഞ്ഞേ, കൊയ്ത്ത് കാലത്തിൽ സന്തോഷം നിനക്ക് തരാൻ പോവുക. ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ കൊയ്ത്ത് കാലത്ത് കിട്ടുന്നതിനേക്കാളും പ്ലസ് സന്തോഷം. കാരണം എന്താ? കവിയണം. നമ്മൾ പറഞ്ഞു കഴിയുന്ന സന്തോഷം നിറഞ്ഞു കവിയുന്ന സന്തോഷമാണ്. അത് കിട്ടുന്ന റിസൾട്ട് ദൈവം തരാൻ പോവുക. 7-ാമത് ലൂക്കോസിന്റെ 15:7 പറയുന്നു, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകും. എത്ര സന്തോഷം ഉണ്ടാകും നമ്മൾ എപ്പോൾ മാനസാന്തരപ്പെട്ടാൽ. സ്വർഗത്തിൽ മാത്രമല്ല, മാനസാന്തരപ്പെടുന്ന വ്യക്തിയിലും സന്തോഷം വന്ന് നിറയുക തന്നെ ചെയ്യും. അധികം സന്തോഷം. എക്സ്ട്രാ സന്തോഷം വേണോ? എക്സ്ട്രാ മാനസാന്തരപ്പെടണം. നീ
വിശദീകരിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 16:21 പറയുന്നു. അവിടെ പറയുന്ന കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. കുഞ്ഞിനെ പ്രസവിക്കുന്ന അമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ച് പറയുന്നു. ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിയുമ്പോൾ വളരെ വേദനപ്പെട്ട, ഏതാണ്ട് 10-20 അസ്ഥി ഒടിയുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണെന്ന് പറയുന്നത് ഒരു പ്രസവ സമയത്ത് ഒരു സഹോദരി സഹിക്കുന്നത്. ഞാൻ നേരിട്ട് കണ്ടപ്പോൾ ഹൃദയം പൊട്ടിപ്പോയി. എന്താ ഇങ്ങനെ സഹിക്കാൻ പറ്റുന്നത്, ഇത്ര വേദന എങ്ങനെ സഹിക്കുന്നതെന്ന് ഓർത്തു പോയിട്ടുണ്ട്. ആ സന്തോഷം സഹിക്കുന്ന അമ്മ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞിനെ കാണുമ്പോൾ എല്ലാം മറന്നുപോയി എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ അടുത്ത പ്രസവത്തിന്റെ അമ്മമാർ ഒരുങ്ങ പോലും ഇല്ല. എന്താ കാരണം? അവർക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടം വരുമ്പോൾ ആ കഷ്ടം നമ്മൾ പുറത്തു വരുന്ന ഒരു ദിവസമുണ്ട്. പുറത്താക്കാൻ ദൈവം ഒരു നിമിഷം വെച്ചിട്ടുണ്ട്. അത് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ ദൈവശബ്ദത്തിന്റെ ശക്തിയാൽ ഒരു പ്രസവം നടക്കും. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറഞ്ഞാൽ, ദൈവവചനത്തിന്റെ ശക്തിയാൽ, സ്തോത്രം, നിന്റെ കഷ്ടത്തിൽ നിന്ന് നീ പുറത്തു വരും. അതുവരെ അനുഭവിച്ച കഷ്ടം നീ മറന്നു കളയും. അതുവരെ അനുഭവിച്ച കഷ്ടം മറന്നു പോകും. ഇന്ന് ദൈവത്തിന്റെ ശബ്ദം ഒന്ന് റിസീവ് ചെയ്യേ. യെസ്, ഇപ്പോൾ നീ അനുഭവിക്കുന്ന കഷ്ടം, നാളുകളായി കൊണ്ടു നടക്കുന്ന കഷ്ടം, അതിന്റെ വേദനകളിൽ നിന്ന് നീ ഒന്ന് പുറത്തു വരികയാണ്. ഒരു കുഞ്ഞ് പ്രസവിച്ച് പുറത്തു വരുമ്പോൾ അമ്മ സന്തോഷിക്കുന്ന പോലെ അടുത്ത സെക്കൻഡിൽ നീ സന്തോഷിക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ ആ കെട്ടുപൊട്ടട്ടെ. ഹല്ലേലൂയ, കഷ്ടതയുടെ കെട്ടുപൊട്ടട്ടെ. ഹല്ലേലൂയ, ദുഃഖിപ്പിക്കുന്ന സന്തോഷം എടുത്തു കളഞ്ഞ ദുഃഖത്തിന്റെ സകല കെട്ടുകളും ഇപ്പോൾ പൊട്ടട്ടെ. ആത്മാവിന്റെ ശക്തിയോടെ, വചനത്തിന്റെ ശക്തിയോടെ. ദൈവ വചനത്തിന്റെ ശബ്ദം 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 ശബ്ദം. ഹല്ലേലൂയ, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഹല്ലേലൂയ, പൊട്ടട്ടെ. ദൈവശക്തി അത് ലഭിക്കട്ടെ. ഹല്ലേലൂയ. എബ്രായ ലേഖനം 12:2 പറയുന്നത് ഓർത്ത് സന്തോഷിക്കാൻ കഴിയുന്ന പറയുന്നത്. വിരോധ സഹിച്ച ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ. അവിടെ പറയാ ഓർത്ത് സന്തോഷിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ വിധങ്ങളെന്ന് ഓർത്തേ സന്തോഷം വരുന്നേ. ഇപ്പോഴത്തെ പ്രതിസന്ധി മറന്നിട്ട് ഇതുവരെ നടത്തിയ ദൈവത്തെ ഒന്ന് സ്തോത്രം പറഞ്ഞു തുടങ്ങി സന്തോഷം കയറി വരും. ആ സന്തോഷം നമുക്ക് നഷ്ടപ്പെട്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നന്ദി പറയാൻ തുടങ്ങട്ടെ. അടുത്ത് പറയാം, 10ാമത്തെ കാര്യം പറയാം. ഗലാത്യലേഖനം 5:22 പറയുന്നത് ആത്മാവിന്റെ ബലത്തെക്കുറിച്ച് പറയുന്നത് സന്തോഷം എന്ന് പറയുന്നത് ആത്മാവിന്റെ ഒരു ബലമാ. ദൈവങ്ങളെ, ആത്മാവിൽ സന്തോഷിക്കേ. ആത്മാവിന്റെ ഒരു ബലമാണ് സന്തോഷം. സന്തോഷം വരുന്ന വിധങ്ങളെ കുറിച്ച് ഞാൻ വാക്യങ്ങൾ പറഞ്ഞു പോകാം. അതിന്റെ വിശദീകരണങ്ങളൊന്നും പറയാതെ 10 കാര്യം പറയാം, അല്ലെങ്കിൽ പെൻഡിംഗ് ആയി കിടക്കുമല്ലോ എന്ന് ഓർത്ത് 5 മിനിറ്റിനുള്ളിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. സന്തോഷം വരുന്ന 10 വിധങ്ങൾ കിടക്കുന്നുണ്ട്. ഒന്ന്, സദൃശവാക്യം 15:23. താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരുന്ന പറയുന്നത്. നല്ലൊരു ആൻസർ പറയാൻ പറ്റിയാൽ അത് നിമിത്തം സന്തോഷം കിട്ടും. ഞാൻ വിശദീകരിക്കുന്നില്ല, എനിക്കിതൊക്കെ വിശദീകരിച്ചാലേ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും പറയട്ടെ. യശയ്യാപ്രവചനം 29:19 വാക്യം വായിക്കുന്നു, സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ എളിമയിലും സൗമ്യതയിലും ജീവിച്ചാൽ, അതിനുവേണ്ടി നമ്മളൊന്ന് തയ്യാറായി കഴിഞ്ഞാൽ കർത്താവ് സന്തോഷം വർദ്ധിപ്പിക്കുകയും ആനന്ദം, പരിശുദ്ധനിൽ നിന്നുള്ള ആനന്ദം വന്ന് കയറുകയും ചെയ്യുന്നു. സ്തോത്രം. മൂന്നാമത്തത് യോഹന്നാന്റെ സുവിശേഷം 15:11. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവ് തരുന്ന സന്തോഷം, കർത്താവ് സന്തോഷം തരുന്ന പറഞ്ഞു. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാൻ കർത്താവ് അങ്ങ് തരിക. ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ഇപ്പോൾ ലഭിക്കും. യോഹന്നാന്റെ സുവിശേഷം 16:24. ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവർക്ക് സന്തോഷം ലഭിക്കുന്നു പറയും. അത് എന്താ പ്രാർത്ഥനയാ? എല്ലാ പ്രാർത്ഥനയിലല്ല, ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ എനിക്ക് റിസൾട്ട് ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചേ. ആ പ്രാർത്ഥന കഴിയുമ്പോൾ, ഉദാഹരണം അന്നയുടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൂടെ പിന്നെ അവിടെ ദുഃഖിച്ചില്ല എന്ന് പറയുന്നത്. വിശദീകരിക്കണ്ട, ഞാൻ വേഗത്തിൽ പോവാം. അപ്പോസ്തല പ്രവൃത്തി 8:8. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷം ഉണ്ടായി. ആ പട്ടണത്തെ കുറിച്ച് നമുക്കറിയാം. അവിടെ ശമരിയ പട്ടണത്തിലുണ്ടായ പ്രശ്നങ്ങൾ പറയാണ്. അവിടെ വിശദീകരിക്കുന്ന സന്തോഷത്തിന് തടസ്സമായിട്ടുണ്ടായിരുന്ന പൈശാചിക പോരാട്ടങ്ങളാണ്. ഒത്തിരി ദുരാത്മാക്കൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. എന്നാൽ അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഒരു ദൈവദാസന്റെ വചന ശുശ്രൂഷയിൽ അന്ധകാര കെട്ടുകൾ വിട്ടുപോയി. മുടന്തരും കുരുടരും ഒക്കെ സൗഖ്യം പ്രാപിച്ചു. ദുരാത്മാക്കൾ വിട്ടുപോയി. അങ്ങനെ ആ പട്ടണത്തിൽ സന്തോഷമുണ്ടായി. എന്ന് പറഞ്ഞാൽ സന്തോഷം നഷ്ടപ്പെടുന്ന പട്ടണങ്ങളുണ്ട്. എന്നാൽ പട്ടണങ്ങളിലേക്ക് ദൈവശബ്ദം കേൾക്കുമ്പോൾ സന്തോഷം വന്ന് നിറയുക തന്നെ ചെയ്യും. 6ാമത് ഗലാത്യ ലേഖനം 5:22. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം. എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഫലമായി ലഭിക്കുന്ന സന്തോഷം ആത്മസന്തോഷം കൊണ്ട് തന്നെ നമ്മൾ പ്രാപിക്കണം. 7ാമത് ഫിലിപ്പിയർ ലേഖനം 2:2.
നിങ്ങൾ ഏകമനസ്സുള്ളവരായി, ഏകസ്നേഹം പൂണ്ട്, ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. എന്ന് പറഞ്ഞാൽ ഏകമനസ്സ്, സ്നേഹം, ഐക്യത, ഏകഭാവം, ഇതൊക്കെ നമ്മുടെ കൈമുതലാക്കി വെച്ചാൽ സന്തോഷം പോവില്ല. ദൈവമക്കളുടെ സന്തോഷം നിറഞ്ഞു കവിഞ്ഞു തന്നെ വരും. 8ാമത് ലൂക്കോസിന്റെ സുവിശേഷം 10:20 വായിക്കുന്നു, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നില്ല അത്രേ സന്തോഷം. ഭൂതങ്ങൾ കീഴടങ്ങുന്നില്ല നിങ്ങളുടെ പേര്. ആത്മാവ് തന്നെ ആത്മാവോട് സാക്ഷ്യം പറയുക, ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് ഇപ്പോഴും സംശയം കൊണ്ടിരിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ള ദൂത്, കൃപയിലേക്ക് വാ, കൃപയിലേക്ക് വാ. പേര് സ്വർഗത്തിലുണ്ടെന്ന് ഉറപ്പുവരുത്ത്. ഇതുവരെ സാധിച്ചിട്ടില്ലെങ്കിൽ അതിനൊന്ന് ഉറപ്പുവരുത്ത്. അങ്ങനെയെങ്കിൽ സന്തോഷം പോവില്ല. അത് നമുക്ക് സന്തോഷിക്കാനുള്ള വകയെ. കൊലോസ് ലേഖനം 1:13 പറയുന്നു, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം എന്നും അപേക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. ദുഷ്ട അന്ധകാര ശക്തികളിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ദൈവം വിടുതൽ നൽകി. ഇനിയും ആ ബന്ധനത്തിലിരിക്കുന്നവർ യേശുവിന്റെ നാമത്താൽ കെട്ടുകൾ അടിയട്ടെ, ബന്ധനങ്ങൾ അടിയട്ടെ. ഇരുട്ടിന്റെ അധികാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറി ജയം പ്രാപിക്കുക. സ്തോത്രം. 10ാമത്തത് ഞാൻ വായിച്ചു നിർത്താൻ പോകുക. യിരെമ്യാ പ്രവചനം 15:16. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. സന്തോഷം ലഭിക്കാൻ പറയാ, വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. എത്ര പേർക്ക് പറയാൻ പറ്റും? എന്നോട് ചേർന്നൊന്ന് പറയാൻ പറ്റും? ഇന്ന് വചനം കണ്ടെത്തി കൊണ്ടുവന്ന് തന്നിരിക്കുക. ഇടയനാടുകൾക്ക് വേണ്ടി മേച്ചിൽപ്പുറം കണ്ടെത്തിയതാ. മേച്ചിൽപ്പുറം കണ്ടെത്തി കൊണ്ടുവന്ന് തന്നിരിക്കുക. നിന്റെ വചനങ്ങളെ കണ്ടെത്തി അതൊന്ന് ഭക്ഷിച്ചേ. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്നിവിടെ പറഞ്ഞാൽ, ദൈവത്തിന്റെ നാമത്താൽ വിളിക്കപ്പെട്ടവരെ ഈ സന്തോഷവും ആനന്ദവും നമുക്ക് ദൈവം തന്നതാണ്. അത് പ്രാപിക്കാനായിട്ട് കഴിയട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കിയാണ്. സമയത്തിന്റെ പരിമിതി പോലെ ഞാൻ ഇവിടെ നിർത്തിയാണ്. ഇല്ലെങ്കിൽ ഹല്ലേലൂയ, ഇതിന്റെ ഉദാഹരണമൊക്കെ പറയണമെന്ന് ആഗ്രഹിച്ചതാ. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് പറയാം. അത് മറ്റാരുടെ കാര്യമല്ല, കാരാഗര പ്രമാണിയുടെ വീട്ടിലുണ്ടായ സന്തോഷത്തെക്കുറിച്ചൊന്ന് പഠിക്കാനുണ്ട്. അത് നമുക്കൊരു അവസരത്തിൽ പിന്നീട് ചിന്തിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാട്ടെ. എല്ലാവരെയും സർവ്വശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.